ഹലോ, നമ്മൾ LSGSൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. LSGSൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ 6ാമത്തെ ക്ലാസ് ആണ് അല്ലേ. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഗ്രാമവികസനമാണ്. അപ്പോൾ ഗ്രാമവികസനത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താം. ഗ്രാമവികസനത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റവാക്കിൽ പറയാം, ഒരു ഗ്രാമത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള വികസനമാണെന്ന്. കുറച്ചും കൂടി വൈഡായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുടെയും കൈത്തൊഴിലിൻ്റെയും അതുപോലെ തന്നെ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനം, എല്ലാത്തിനും ഉപരി ഗ്രാമീണ മനുഷ്യ വിഭവശേഷിയുടെ വളർച്ച, ഇതെല്ലാം സംബന്ധിച്ച സമഗ്രവും ബഹുമുഖവുമായിട്ടുള്ള ഒരു ആശയമാണ് ഗ്രാമവികസനം. സിമ്പിളാണ് അല്ലേ. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും കൈത്തൊഴിലുകളും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വളർച്ച, അതോടൊപ്പം തന്നെ സാമൂഹികവും സാമ്പത്തികവും അടിസ്ഥാന സൗകര്യങ്ങളുടെയും വളർച്ച, എല്ലാത്തിനും ഉപരി എന്താണ് ആ ഗ്രാമത്തിലെ മനുഷ്യ വിഭവശേഷിയുടെ വളർച്ച. ഈ 3 കാര്യങ്ങളൊന്നും ഓർത്താൽ മതി. ഒന്നും കൂടി പറയാം. കൃഷിയുടെയും അനുബന്ധ പ്രവർത്തനങ്ങളുടെയും കൈത്തൊഴിലിൻ്റെയും വളർച്ച, സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ളതും അടിസ്ഥാന സൗകര്യങ്ങളുടെയും വളർച്ച, പ്ലസ് ഗ്രാമീണരുടെ മനുഷ്യ വിഭവശേഷിയുടെയും കൂടി വളർച്ച. അപ്പൊ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു ബഹുമുഖമായിട്ടുള്ള ഒരു ആശയമാണ് ഗ്രാമവികസനം. അതേപോലെ തന്നെ ഈ 2011 സെൻസസ് പ്രകാരം ഈ ഗ്രാമജനസംഖ്യ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ശതമാനമാണ്? 69%. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായാണ്. നഗരജനസംഖ്യ എന്നുള്ളത് നമ്മൾ നഗരവൽക്കരണത്തിന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ നഗരജനസംഖ്യ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 31% അല്ലേ. ഇന്ത്യയിലെ നഗരജനസംഖ്യ 31%. അപ്പൊ ഗ്രാമങ്ങളിലെ ജനസംഖ്യ എത്രയായിരിക്കും? 100ൽ നിന്ന് 31 കുറച്ചാൽ മതി. 69% ഗ്രാമജനസംഖ്യ. അതിനർത്ഥം എന്താണ്? ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. അപ്പൊ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പേര് തൊഴിൽ ചെയ്യുന്നതും ഈ പ്രാഥമിക മേഖലയിലാണ്, അല്ലെങ്കിൽ കാർഷിക മേഖലയിലാണെന്ന് പറയും അല്ലേ. അതിന് കോഡായിട്ട് ജസ്റ്റ് കാരണം വെച്ചാലേ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ GDP-യിൽ സംഭാവന നൽകുന്ന മേഖല ഏത്? ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പേര് തൊഴിൽ ചെയ്യുന്ന മേഖല ഏതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് സാധാരണ പ്രസവ സമയത്താണ് ജോലികളൊന്നും ചെയ്യാൻ പാടില്ലാത്തത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജോലികളൊന്നും ചെയ്യാൻ പാടില്ല അല്ലെ. റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ലീവ് എടുക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഓർത്തു കഴിഞ്ഞാൽ പ്രസവം എന്ന് ഓർത്തു കഴിഞ്ഞാൽ പ്രസവം അല്ലെ. പ്രാഥമിക മേഖല, സർവീസ് സെക്ടർ അഥവാ സേവന മേഖല, എന്ന് പറയുമ്പോൾ വ്യവസായിക മേഖല അല്ലെങ്കിൽ ദ്വിതീയ മേഖല അല്ലെ. ആ ഓർഡറാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് പ്രാഥമിക മേഖലയിലാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ സർവീസ് മേഖല അഥവാ സേവന മേഖലയിലാണ്. 3ാമതായിട്ടാണ് വ്യവസായിക മേഖല വരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് പ്രാഥമിക മേഖലയിലാണ്. 2ാമത് എന്ന് പറയുമ്പോൾ സേവന മേഖലയിലാണ്. 3ാമത് വ്യവസായിക മേഖലയിലാണ്. ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും കണക്ഷൻ വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പഠിച്ചു പോകും. റിവിഷൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എക്സാം സമയത്ത് അത് മറന്നു പോകും. പക്ഷെ ഇങ്ങനെ ജസ്റ്റ് ഒരു കോഡ് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമ്മളത് റിവിഷൻ ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് എക്സാമിന് ഓർമ്മയുണ്ടാവും. അപ്പൊ ചില കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ഗ്രാമവികസനം എന്നതിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമ്പത്തിക വളർച്ച. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ചയാണ് പ്രഖ്യാപിത ലക്ഷ്യം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഗ്രാമവികസനത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ അല്ലെ. ഗ്രാമവികസനത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് ചോദിച്ചാൽ 3 ഘടകങ്ങളാണ്. ഒന്നാമത് തന്നെ അടിസ്ഥാന സൗകര്യങ്ങളാണ്. അടിസ്ഥാന സൗകര്യം എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും, ഒരു മനുഷ്യന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണം, പാർപ്പിടം, അതുപോലെ തന്നെ വസ്ത്രം, പിന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം, ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം, ഇതൊക്കെയാണ് അടിസ്ഥാന ആവശ്യങ്ങൾ. അപ്പൊ അതാണ് ഒന്നാമത്തത്. 2ാമത്തത് ആത്മാഭിമാനമാണ് അല്ലെ. ആത്മാഭിമാനം ഒരു വ്യക്തിക്ക് മാത്രമല്ല ഒരു ദേശത്തിനും എന്തുണ്ട്? ആത്മാഭിമാനം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3ാമത്തെ ഘടകം സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടുമുള്ള സ്വാതന്ത്ര്യം വരും. അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. അപ്പോൾ ഇത് ഗ്രാമവികസനത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എത്ര ഘടകങ്ങളുണ്ട്? 3 ഘടകങ്ങൾ. അടിസ്ഥാന ഘടകങ്ങൾ 3 ഘടകങ്ങൾ. അതിലാദ്യം തന്നെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ. 2ാമത്തത് ആത്മാഭിമാനം. 3ാമത്തത് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം ശ്രദ്ധിക്കണം. എത്ര തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്? സാമൂഹികം, സാമ്പത്തികം, രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാതന്ത്ര്യം പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു ഘടകം ഒരു ഗ്രാമത്തിൽ ഇല്ല എങ്കിൽ ആ ഗ്രാമത്തെ അവികസിതം എന്നാണ് പറയാം. ഇപ്പൊ വിദ്യാഭ്യാസത്തിൽ നന്നായിട്ട് പുരോഗതിയിൽ നിൽക്കുന്നുണ്ട്, ആരോഗ്യത്തിൽ നന്നായിട്ട് പുരോഗതി നിൽക്കുന്നുണ്ട്,
പക്ഷേ ഏതെങ്കിലും ഒരു അന്ധവിശ്വാസത്തെ പിന്തുടരുന്ന ഒരു ഗ്രാമമാണെങ്കിൽ ആ ഗ്രാമം എന്താണ്? ആ വികസിതം എന്നാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിലെ ഗ്രാമങ്ങളെല്ലാം വികസിത ഗ്രാമങ്ങളാന്ന് പറയാം. പക്ഷെ നമുക്കറിയാലോ നമ്മുടെ കേരളത്തിൽ നരബലി നടന്നു അല്ലെ കുറച്ച് നാൾ മുമ്പ്. അപ്പോൾ അവിടെ എന്താണ്? വികസിതമല്ല, അവികസിതമാണ്. കാരണം ഏതെങ്കിലും ഒരു ഘടകം, ഇപ്പൊ ജാതി വ്യവസ്ഥ ചില മിക്ക സംസ്ഥാനങ്ങളിലും, ഇപ്പൊ വടക്കേ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ തമിഴ്നാട് പോലുള്ള പല സംസ്ഥാനങ്ങളിലും എന്താണ് ഈ ജാതി വ്യവസ്ഥയൊക്കെ കൂടുതലാണ്. അതായത് നമ്മൾ വേറെ ജാതിയിൽ നിന്ന് വിവാഹം കഴിച്ചാൽ ദുരഭിമാന കൊല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഗ്രാമങ്ങൾ എത്ര തന്നെ വികാസം പ്രാപിച്ചാലും, ഇപ്പൊ കുറെ സാമ്പത്തികമായിട്ട് നല്ല വികാസം പ്രാപിച്ചതാണ്, ബാക്കിയെല്ലാം വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലേക്കാണെങ്കിലും നല്ല വികാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ ഏതെങ്കിലും ഒരു ഘടകത്തിൽ എന്താണ് നേട്ടം കൈവരിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രാമത്തെ അവികസിതം എന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റു പ്രധാനപ്പെട്ട കാര്യം ഗ്രാമവികസനത്തിന്റെ മാനങ്ങൾ എന്നുള്ളതാണ്. ഗ്രാമവികസനത്തിന്റെ മാനങ്ങൾ, നമ്മൾ ഗ്രാമവികസനം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണല്ലേ കൂടുതൽ പ്രാധാന്യം നൽകുക? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുടെയും വികസനമാണ്. നമ്മൾ പറഞ്ഞു, ഒരു ഗ്രാമത്തെ വികസിതമാക്കാൻ വേണ്ടിയിട്ട് ആ ഗ്രാമത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു വ്യവസായശാല സ്ഥാപിക്കുകയോ അവിടുത്തെ ആളുകൾക്ക് കുറെ ജോലി കൊടുക്കുകയോ അല്ല ചെയ്യാം. ഏറ്റവും പ്രധാനം കൃഷിയുടെയും അനുബന്ധ പ്രവർത്തനങ്ങളുടെയും വികസനമാണ്. അപ്പൊ അത് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വികസിക്കുമ്പോൾ തന്നെ ആ നാടിന് വികാസം വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായിട്ടുള്ള വികസനം. അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. സാമൂഹികമായിട്ടുള്ള വികസനം, സാമ്പത്തികമായിട്ടുള്ള വികസനം, രാഷ്ട്രീയപരമായിട്ടുള്ള വികസനം ഉണ്ടാകണം. മൂന്നാമത്തെ ഘടകമാണ് ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കുക. ജീവിതത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക. ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കിയുള്ള ആവശ്യങ്ങൾ, ഇപ്പൊ വൈദ്യുതി അല്ലെ, അതേപോലെ തന്നെ റോഡുകൾ, പാലങ്ങൾ, അത്യാവശ്യത്തിന് വേണ്ട റോഡുകൾ, പാലങ്ങൾ, പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതൊക്കെ ഒരു ഗ്രാമത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കലാണ്. അപ്പൊ മൂന്നാമത്തെ ഘടകം ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കലാണ്. നാലാമതാണ് ശ്രദ്ധിക്കേണ്ടത് ഗ്രാമീണ ദുരന്ത ലഘൂകരണമാണ്. ഗ്രാമീണ ദുരന്ത ലഘൂകരണം. എല്ലാ സ്ഥലങ്ങളിലും ദുരന്തങ്ങൾ ഉണ്ടാവും അല്ലെ, വരൾച്ച ഉണ്ടാവും, വെള്ളപ്പൊക്കം ഉണ്ടാവും, ഉരുൾപൊട്ടൽ ഉണ്ടാവും, അങ്ങനത്തെ പല ഇതുകളും ഗ്രാമങ്ങളിലും ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? ഇത്തരം ദുരന്തങ്ങളെ ലഘൂകരിക്കാനുള്ള നടപടികൾ എടുക്കണം. അപ്പൊ ഈ 4 നമ്മുടെ ഗ്രാമവികസനത്തിന്റെ മാനങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തത് കൃഷിയാണ്, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുടെ വികസനമാണ്. രണ്ടാമത്തെന്ന് പറയുമ്പോഴാണ് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള വികസനം. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കലും, ഗ്രാമീണ ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കല്. നാലാമത്തെ ഘടകമാണ് ദുരന്ത ലഘൂകരണം, ഗ്രാമീണ ദുരന്ത ലഘൂകരണം എന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് പ്രീ ഇൻഡിപെൻഡന്റ് പീരീഡിലും പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡിലും ഒരുപാട് ഗ്രാമവികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞു പ്രീ ഇൻഡിപെൻഡന്റ് പീരീഡിലുള്ള പ്രൊജക്റ്റുകളെല്ലാം പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഗവൺമെന്റിന്റെ സഹായം ഇല്ലാതെയാണ് നടന്നത്. കാരണം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇവിടെ ബ്രിട്ടീഷുകാരായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയുടെ ഗ്രാമങ്ങളെ വികസിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വ്യക്തികളുടെയോ അല്ലെങ്കിൽ സംഘടനകളുടെയോ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളാണ് പ്രീ ഇൻഡിപെൻഡന്റ് പീരീഡിലുള്ളത്, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളത്. അതിൽ ഏറ്റവും ആദ്യം എടുത്തു പറയുന്നത് സുന്ദർബനിലെ ഗ്രാമ പുനരുദ്ധാരണ പദ്ധതിയാണ്. സുന്ദർബനിലെ ഗ്രാമ പുനരുദ്ധാരണ പദ്ധതി. സുന്ദർബൻ എന്ന് പറയുന്നത് എവിടെയാണെന്ന് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം നിങ്ങളെല്ലാവരും ഈ പ്രിലിംസ് പാസ്സായവരാണ് അല്ലേ, അതും LSGS പോലുള്ള എക്സാമിന് പഠിക്കുന്നവരാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് സുന്ദർബൻ എവിടെയാണെന്ന് അറിയായിരിക്കും. എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ സുന്ദർബനിലെ ഗ്രാമ പുനരുദ്ധാരണ പദ്ധതി എന്ന് പറയുമ്പോൾ അത് എവിടെ ആരംഭിച്ചതാണ്? പശ്ചിമ ബംഗാളിൽ ആരംഭിച്ചതാണ്. ഇനി സുന്ദർബൻ എന്ന് പറയുമ്പോൾ തന്നെ ബെൻ എന്ന് പറയുമ്പോൾ തന്നെ ടണ്ണെന്ന് പഠിക്കുക. ബെന്ന് ടണ്ണ്, നല്ല പ്രാസല്ലേ, നമുക്ക് ഓപ്ഷനിൽ നിന്ന് കിട്ടിയാൽ മതി. കാണപ്പാടം നമുക്കൊന്നും വേണ്ടല്ലോ, നമുക്ക് എല്ലാം ഓപ്ഷനിൽ നിന്ന് കിട്ടിയാൽ മതി. ബെന്ന് ടണ്ണ് പഠിക്കുക. അതായത് ഈ പദ്ധതി ആരംഭിച്ചത് ഹാമിൽട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആരാണത് ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാമിൽട്ടൺ, സർ ഡാനിയൽ ഹാമിൽട്ടൺ ആണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. 1903 ഈ പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പൊ ബംഗാൾ വിഭജനം എന്ന് പറയുമ്പോൾ 1905 അല്ലേ. അപ്പൊ അതിന് തൊട്ടടുത്തായിട്ട് അങ്ങനെ ജസ്റ്റ് മൈൻഡിലൊന്ന് ഓർത്തു വെക്കുക, ഈ ബംഗാൾ വിഭജനത്തിന് തൊട്ടടുത്തായിട്ട് പശ്ചിമ ബംഗാളിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു ഗ്രാമവികസന പദ്ധതിയാണ് സുന്ദർബനിലെ ഗ്രാമ പുനരുദ്ധാരണ പദ്ധതി. സുന്ദർബനിലെ ഗ്രാമ പുനരുദ്ധാരണ പദ്ധതി ആരാണ് കൊണ്ടുവന്നത്? ഹാമിൽട്ടൺ. അപ്പൊ ബെൻ എന്ന് പറയുമ്പോൾ
ടണ്ണെന്ന് ഓർക്കുക, ഹാമിൽട്ടൺ. കാരണം ഒരുപാട് പേരുകൾ ഇങ്ങനെ വരുമ്പോഴേ നമുക്ക് ഓരോ പദ്ധതികളും കൊണ്ടുവന്നവരുടെ പേര് പറയുമ്പോൾ നമുക്ക് മറന്നു പോകും. അപ്പൊ ജസ്റ്റ് അങ്ങനെ ഓർക്കുക, ബെന്ന് ടണ്ണ്, ടൺ കണക്കിന് ബെന്ന അങ്ങനെ എന്തെങ്കിലും ഓർക്കുക. അപ്പൊ നമ്മുടെ സുന്ദർബൻ പദ്ധതി കൊണ്ടുവന്നത് ഹാമിൽട്ടൺ ആണ്. ദാനിയൽ ഹാമിൽട്ടൺ എന്നുള്ളതാണ് മുഴുവൻ പേര്. 1903 പദ്ധതി കൊണ്ടുവരുന്നത്. ഈ പദ്ധതി ഒരു വിജയമായിരുന്നു എന്ന് ചോദിച്ചാൽ വിജയമായിരുന്നു എന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ ഈ പദ്ധതിയാണ് 1924 കേന്ദ്ര സഹകരണ ബാങ്കിന്റെയും അതേപോലെ തന്നെ സഹകരണ വികസന സംഘത്തിന്റെയും രൂപീകരണത്തിന് കാരണമായത് ഈ സുന്ദർബൻ പദ്ധതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പദ്ധതി വിജയമായിരുന്നു എന്ന് പറയാം അല്ലെ. ഒന്നും കൂടിയും പറയാം, 1903 സുന്ദർബൻ പദ്ധതി, ഗ്രാമ പുനരുദ്ധാരണ പദ്ധതി കൊണ്ടുവരുന്നത്. 1903 സുന്ദർബൻ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ബെൻ എന്ന് പറയുമ്പോൾ ടണ്ണെന്ന് ഓർക്കുക. ദാനിയൽ ഹാമിൽട്ടൺ ആണ് ഈ മാതൃകാ പദ്ധതി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്, ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ കൊണ്ടുവരുന്നത്. ഇതൊരു വിജയമായിരുന്നു ചോദിച്ചാൽ വിജയമായിരുന്നു എന്ന് പറയാം. കാരണം ഈ പദ്ധതി 1924 കേന്ദ്ര സഹകരണ ബാങ്കിന്റെയും സഹകരണ വികസന സംഘത്തിന്റെയും രൂപീകരണത്തിന് കാരണമായി. 1934 കൂടി ഈ ഗ്രാമ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൂടുതൽ സജീവമായി. ഗ്രാമ പുനരുദ്ധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുടിൽ വ്യവസായങ്ങൾക്ക് വേണ്ട പരിശീലനങ്ങളും നൽകി. കുടിൽ വ്യവസായങ്ങൾക്ക് വേണ്ട പരിശീലനങ്ങൾ എവിടെ നൽകി തുടങ്ങി? ഗ്രാമ പുനരുദ്ധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൽകി തുടങ്ങി. 1934 കൂടിയിട്ട് ഗ്രാമ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൂടുതൽ സജീവമായി. കുടിൽ വ്യവസായങ്ങൾക്ക് വേണ്ട പരിശീലനങ്ങൾ ഗ്രാമ പുനരുദ്ധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൽകി തുടങ്ങി. ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. അടുത്തത് മാർത്താണ്ഡം പദ്ധതിയാണ്. മാർത്താണ്ഡം പദ്ധതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് മാർത്താണ്ഡവർമ്മയാണ് അല്ലേ വരുന്നത്. പക്ഷെ മാർത്താണ്ഡവർമ്മയായിട്ട് നമുക്ക് ഇതിന് ബന്ധമൊന്നുമില്ല എങ്കിൽ കൂടി ഈ പദ്ധതി ഓർത്തു വെക്കാൻ വേണ്ടി നമുക്ക് മാർത്താണ്ഡവർമ്മയെ ഓർക്കാം. അതായത് ഈ പദ്ധതി എവിടെയായിരിക്കും ആരംഭിച്ചിട്ടുള്ളത്? ഈ പദ്ധതി അന്ന് ആരംഭിച്ചത് കേരളത്തിലാണ് ആരംഭിച്ചത്. പക്ഷെ ഇപ്പോൾ ആ സ്ഥലം കേരളത്തിന്റെ ഭാഗമല്ല. നമുക്കറിയാലോ, കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ കുറെ സ്ഥലങ്ങളൊക്കെ നമ്മൾ തമിഴ്നാടിന് വിട്ടു നൽകിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെ മാർത്താണ്ഡം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തിരുവനന്തപുരത്തിനടുത്തുള്ള മാർത്താണ്ഡം എന്ന സ്ഥലത്താണ് 1921 ഈ പദ്ധതി ആരംഭിക്കുന്നത്. പക്ഷെ നിലവിൽ ഈ സ്ഥലം നമ്മുടെ എവിടെയല്ല, കേരളത്തിലല്ല, അത് തമിഴ്നാട്ടിലാണെന്നുള്ള കാര്യം കൂടിയും ഓർത്തു വെക്കുക. ഇനി ഈ പദ്ധതി ആരാണ് കൊണ്ടുവന്നത് എന്നുള്ളൊരു കാര്യം അല്ലെ. അപ്പൊ നമുക്ക് മാർത്താണ്ഡം എന്ന് പറയുമ്പോഴേ, മാർത്താണ്ഡവർമ്മ കുറെ നാൾ ഒളിവിൽ ഒരു അമ്മച്ചിപ്ലാവിന്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് പിന്നെ അവിടെ നിന്നല്ലേ വീണ്ടും പുതിയൊരു ജീവിതത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ആ പ്ലാവിനെ അമ്മച്ചിപ്ലാവ് എന്നൊക്കെ പറയുന്നത്, നമുക്കറിയാലേ. അപ്പൊ നമ്മള് ആ പുതുതായിട്ട് ആ പ്ലാവിന്റെ ഉള്ളിൽ നിന്ന് വിരിഞ്ഞു വന്നതാണ് മാർത്താണ്ഡവർമ്മ എന്ന് ഓർത്താൽ മതി. പ്ലാവിന്റെ ഉള്ളിൽ നിന്ന് പുതുതായിട്ട് വിരിഞ്ഞു വന്നതാണ് അല്ലെ, പുതിയൊരു ജീവിതത്തിലേക്ക് വിരിഞ്ഞു വന്നതാണ് മാർത്താണ്ഡവർമ്മ. ഇങ്ങനെ മുട്ട വിരിയാന്നൊക്കെ ഉള്ള നമ്മൾ ഹാച്ചിങ് എന്ന് പറയാറില്ലേ. അപ്പൊ അങ്ങനെ ഓർക്കുക. ജസ്റ്റ് സ്പെൻസർ ഹാച്ചർ ആണ് ഇത് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. ഓർക്കാൻ വേണ്ടിയിട്ടാണ്. മാർത്താണ്ഡവർമ്മയായിട്ട് ഈ പദ്ധതിക്ക് ഒരു ബന്ധമില്ല എങ്കിൽ കൂടി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാൻ മാർത്താണ്ഡവർമ്മയെ ജസ്റ്റ് മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. മാർത്താണ്ഡം പദ്ധതി എന്ന് പറയുമ്പോൾ തന്നെ മാർത്താണ്ഡവർമ്മ കേരളത്തിലല്ലേ. അപ്പൊ കേരളത്തിന്റെ ഭാഗമായിരുന്ന മാർത്താണ്ഡം എന്ന് പറഞ്ഞ സ്ഥലത്ത്, തിരുവനന്തപുരത്തിനടുത്തുള്ള മാർത്താണ്ഡം എന്ന് പറഞ്ഞ സ്ഥലത്ത് 1921 ഈ പദ്ധതി ആരംഭിക്കുന്നത്. ഇനി ആരാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെൻസർ ഹാച്ച്. മാർത്താണ്ഡവർമ്മ ഇങ്ങനെ അമ്മച്ചിപ്ലാവിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിരിഞ്ഞു വരുന്നതായിട്ട് നിങ്ങളുടെ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യാം. അപ്പൊ സ്പെൻസർ ഹാച്ച് ആണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത്. 1921 കൊണ്ടുവരുന്നത്. ഇനി അതേപോലെ തന്നെ മാർത്താണ്ഡവർമ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നല്ല കായികമായിട്ടും മാനസികമായിട്ടും നല്ല ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അല്ലേ. കാരണം അദ്ദേഹത്തിനെതിരായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. 8 വിട്ട പിള്ളമാരും അതുപോലെ അമ്മാവന്മാരുടെ മക്കളും ഒക്കെ അദ്ദേഹത്തിനെതിരായിരുന്നു. അവരെ എല്ലാം തന്നെ അടിച്ചമർത്തിയിട്ടാണ് അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നത്. അപ്പൊ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതേപോലെ തന്നെ ആത്മീയമായിട്ടും ആത്മീയമായിട്ടും നല്ല ശക്തനായിട്ടൊരു വ്യക്തിയായിരുന്നു. കാരണം ആത്മീയമായിട്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതൊക്കെ നടത്തുന്നത് തൃപ്പടിദാനം ആദ്യമായിട്ട് നമ്മുടെ തിരുവിതാംകൂർ രാജവംശം മുഴുവനും ശ്രീ പത്മനാഭന് സമർപ്പിച്ചുകൊണ്ട് തൃപ്പടിദാനം നടത്തിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ ആത്മീയമായിട്ടും വളരെയധികം ഇതിൽ നിൽക്കുന്ന ഒരാളാണല്ലേ മാർത്താണ്ഡവർമ്മ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അതാണ്. ഗ്രാമീണ ജനങ്ങളെ ആത്മീയമായിട്ടും മാനസികമായിട്ടും കായികമായിട്ടും
സാമ്പത്തികമായിട്ടും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സമൃദ്ധിയിലേക്ക് നയിക്കുക. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ അത് ഗ്രാമീണ ജനങ്ങളെ ആത്മീയമായിട്ട്, മാനസികമായിട്ട്, കായികമായിട്ട്, സാമൂഹികവും സാമ്പത്തികമായിട്ട് അതെ, നമ്മുടെ വേണാട് എന്ന് പറഞ്ഞൊരു കുഞ്ഞു രാജ്യം, ഒരു കുഞ്ഞു സ്ഥലം മാത്രമായിട്ട് ഒതുങ്ങി നിന്നിരുന്ന തിരുവിതാംകൂർ രാജവംശം എന്ന രീതിയിലേക്ക് വലിയ രീതിയിൽ ഉയർത്തിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് അല്ലെ. അപ്പൊ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും സമൃദ്ധിയിലേക്ക് നയിക്കുന്ന പൂർണ്ണ വികസനത്തിലേക്കുള്ള ഒരു പരീക്ഷണമാണ് മാർത്താണ്ഡം പദ്ധതി. അപ്പൊ ഈ പദ്ധതി, ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇത് ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ അപ്പൊ കിട്ടണം മാർത്താണ്ഡം പദ്ധതി. കാരണം മാർത്താണ്ഡവർമ്മനെ ഓർത്താൽ മതി. മാർത്താണ്ഡവർമ്മ വെച്ചാൽ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ആത്മീയമായിട്ടും മാനസികമായിട്ടും കായികമായിട്ടും ഒക്കെ നല്ല ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ മാർത്താണ്ഡം പദ്ധതി എന്ന് പറയുന്നതും ഗ്രാമീണ ജനങ്ങളെ ആത്മീയമായിട്ടും മാനസികമായിട്ടും കായികമായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും സമൃദ്ധിയിലേക്ക് നയിക്കുന്ന പൂർണ്ണ വികസനത്തിലേക്ക് എത്തിക്കുന്ന ഒരു പരീക്ഷണമായിരുന്നു മാർത്താണ്ഡം പദ്ധതി എന്ന് പറയുന്നത്. ഇനി മാർത്താണ്ഡം പദ്ധതിക്ക് ഈ ഹാച്ചറിനെ സഹായിച്ച ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേരാണ് YMC എന്ന് പറയുന്നത്. YMC, യങ് മാൻ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ അസോസിയേഷൻ. യങ് മാൻ ക്രിസ്ത്യൻ അസോസിയേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. യങ് മാൻ ക്രിസ്ത്യൻ അസോസിയേഷൻ, YMC എന്നുള്ളത്. അപ്പൊ ആ ഒരു സംഘടനയും കൂടി ഇവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാർത്താണ്ഡം പദ്ധതിക്ക് നമ്മുടെ ഹാച്ചിനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ പദ്ധതിയുടെ കീഴിലെ പച്ചക്കറി വിത്തുകള്, ധാന്യങ്ങള്, കന്നുകാലി വളർത്തല്, തേനീച്ച വളർത്തല് എന്നിവയ്ക്കുള്ള മാതൃകാ തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. അതായത് എല്ലാതും പച്ചക്കറി വളർത്തലും നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് പച്ചക്കറി വളർത്തല്, ധാന്യങ്ങള്, കന്നുകാലികള്, തേനീച്ച വളർത്തൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ക്ലബ്ബുകളൊക്കെ ആരംഭിച്ചിട്ടായിരുന്നു. അതായത് ഹണി ക്ലബ്ബ് അല്ലെ, തേൻ ക്ലബ്ബ്, അതുപോലെ മുട്ട വിൽപ്പന ക്ലബ്ബ്, പിന്നെ അങ്ങനെ പലതരത്തിലുള്ള പൗൾട്രി ഫാം, അങ്ങനത്തെ പലതും ഇതിന് കീഴിലുണ്ടായിരുന്നു. ഇതിൽ ഈ മുട്ട വിൽപ്പന ക്ലബ്ബൊക്കെ 1939 എത്തുമ്പോഴേക്കും ഒരു സ്വയംഭരണ സ്ഥാപനം എന്നുള്ള രീതിയിലേക്കൊക്കെ മാറി. പിന്നെ ഇത് മെയിനായിട്ട് ഗ്രാമവാസികൾക്കിടയിൽ ഒരു ആത്മാഭിമാനം ഉണ്ടാക്കാം, അതേപോലെ തന്നെ ഒരു സ്വയം സഹകരണം ഉണ്ടാക്കാം. അങ്ങനെ സ്വയം സഹകരണത്തിലൂടെ സർക്കാരിന്റെ ഒരു സഹായം ഇല്ലെങ്കിൽ കൂടി സ്വയം സഹകരണത്തിലൂടെ മുന്നേറുക, ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതൊക്കെയായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതൊക്കെ കൈവരിക്കാൻ ഈ പദ്ധതിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ മാർത്താണ്ഡം പദ്ധതിയും ഒരു വിജയമായിരുന്നു എന്ന് പറയാം. അപ്പൊ മാർത്താണ്ഡ പദ്ധതി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓർക്കണം? 1921 ആരംഭിച്ചത്. തിരുവനന്തപുരത്തിനടുത്തുള്ള മാർത്താണ്ഡം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് അന്ന് കേരളത്തിലായിരുന്നു, പക്ഷെ ഇപ്പൊ കേരളത്തിലല്ല ആ സ്ഥലം. ഇനി ആരുടെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ സ്പെൻസർ ഹാച്ച് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത്. അദ്ദേഹത്തിനെ സഹായിച്ചൊരു സംഘടന കൂടിയുണ്ട്, YMC എന്ന് പറഞ്ഞ ഒരു സംഘടന കൂടിയുണ്ട്. ഇനി ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണ ജനങ്ങളുടെ ആത്മീയവും മാനസികവും കായികവും സാമൂഹികവും സാമ്പത്തികവുമായ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു പൂർണ്ണ വികസനം അല്ലെ, ഒരു പൂർണ്ണ വികസനം, ഒരു പരീക്ഷണമായിരുന്നു ഈ മാർത്താണ്ഡം പദ്ധതി എന്ന് പറയുന്നത്. ഇനി മാർത്താണ്ഡം പദ്ധതിയുടെ കീഴിൽ തന്നെ പച്ചക്കറി വിത്തുകള്, ധാന്യങ്ങള്, കന്നുകാലികള്, തേനീച്ച വളർത്തലൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പലതരത്തിലുള്ള ക്ലബ്ബുകൾ, തേൻ ക്ലബ്ബ്, മുട്ട വിൽപ്പന ക്ലബ്ബ്, പൗൾട്രി ഫാം ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ മുട്ട വിൽപ്പന ക്ലബ്ബൊക്കെ 1939 എത്തുമ്പോഴേക്കും ഒരു സ്വയംഭരണ സ്ഥാപനം എന്ന രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ടായിരുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ ഒരു ആത്മാഭിമാനം വളർത്തിയെടുക്കാൻ, ഒരു സഹകരണ മനോഭാവം ഉണ്ടാക്കിയെടുക്കാനും, അതേപോലെ തന്നെ സർക്കാരിന്റെ സഹായം ഇല്ലെങ്കിൽ പോലും സ്വയം സഹായത്തിലൂടെ, പരസ്പര സഹകരണത്തിലൂടെ ഉന്നതിയിലേക്ക് എത്തുക, ജീവിത നിലവാരം ഉയർത്തുക എന്നീ കാര്യങ്ങളൊക്കെ കൈവരിക്കാൻ, അല്ലെങ്കിൽ അവർക്കിടയിൽ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഈ പദ്ധതിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയും ഒരു വിജയമായിരുന്നു എന്ന് പറയാം. അപ്പൊ 1921 മാർത്താണ്ഡം പദ്ധതി ആരംഭിച്ചത്. അതേ വർഷം തന്നെ 1921 രവീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച ഒരു പ്രൊജക്റ്റാണ് ശ്രീനികേതൻ പ്രൊജക്ട് എന്നുള്ളത്. ശ്രീനികേതൻ പ്രൊജക്ട് 1921 ഗ്രാമവികസനത്തിന് വേണ്ടി രവീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച പ്രൊജക്റ്റാണ് ശ്രീനികേതൻ പ്രൊജക്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിത് ശാന്തിനികേതൻ പ്രൊജക്ട് എന്നാണ് പറഞ്ഞത്. അത് മറ്റൊരു റാങ്ക് ഫയലിൽ ഞാൻ വായിച്ചത് ശാന്തിനികേതൻ ആയിരുന്നു. പക്ഷേ പിന്നീട് നമ്മുടെ ടാലന്റിന്റെ റാങ്ക് ഫയലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതിൽ കൃത്യമായിട്ട് ശ്രീനികേതൻ പ്രൊജക്ട് എന്നാണ് നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴും ശ്രീനികേതൻ പ്രൊജക്ട് തന്നെയാണ് കണ്ടത്. അപ്പം അവർക്കത് തെറ്റിപ്പോയതായിരിക്കാം. ശാന്തിനികേതൻ പ്രൊജക്ട് എന്ന് കൊടുത്തത് ചിലപ്പോൾ തെറ്റിയതായിരിക്കും. അപ്പൊ ശ്രീനികേതൻ പ്രൊജക്ട് 1921 രവീന്ദ്രനാഥ ടാഗോർ വെസ്റ്റ് ബംഗാളിൽ ആരംഭിച്ച പ്രൊജക്റ്റാണ് ശ്രീനികേതൻ പ്രൊജക്ട് എന്നുള്ളത്. ഗ്രാമവികസനത്തിന് വേണ്ടി കൊണ്ടുവന്നത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഗ്രാമവികസനത്തിന് പറയുന്ന ലക്ഷ്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഈ പ്രൊജക്ടിനാണെന്നുണ്ടെങ്കിലും സർക്കാരിന്റെ യാതൊരു സഹായവും ലഭിച്ചിട്ടില്ല അല്ലെ. നമ്മുടെ ഇൻഡിപെൻഡൻസിന് മുമ്പാണ്
മറ്റ് പദ്ധതികളെ പോലെ തന്നെ സർക്കാരിന്റെ യാതൊരു സഹായവും ഈ പദ്ധതിക്കും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ മെയിനായിട്ട് ഈ നമ്മുടെ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക. യുവജനങ്ങൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ, അതായത് ഗ്രാമവികസനത്തിലും അതേപോലെ ഈ ഗ്രാമീണ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിലെല്ലാം യുവാക്കൾക്കിടയിൽ താല്പര്യം വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ആരംഭിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ഗ്രാമീണ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളിലും യുവാക്കൾക്കിടയിൽ ഒരു താല്പര്യം വളർത്തിയെടുക്കുക എന്നതായിരുന്നു ഇതിന്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന് 8 ഗ്രാമങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഇത് ആരംഭിച്ചത്. 8 ഗ്രാമങ്ങളുടെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൊജക്ട് ആരംഭിച്ചത്. അപ്പൊ ആരംഭിക്കുന്ന സമയത്ത് ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം എന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. പക്ഷെ ഈ 8 ഗ്രാമങ്ങളിൽ മാത്രമായിട്ട് ഇത് ഒതുങ്ങി നിന്നു. മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊന്നും തന്നെ ഇതിന്റെ യാതൊരു എഫക്റ്റ് ഉണ്ടായില്ല എന്നുള്ളതും ഇതിന്റെ മറ്റൊരു പോരായ്മയാണ്. പിന്നെ നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആരോഗ്യ സഹകരണ സംഘങ്ങള്, മാതൃകാ കൃഷിത്തോട്ടം, മേന്മയുള്ള വിത്തുകളും വളങ്ങളും വിതരണം ചെയ്യല്, കൈത്തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ കുടിൽ വ്യവസായങ്ങളുടെ പുരോഗതി, യുവജന പ്രസ്ഥാനങ്ങളുടെ തുടക്കം, ഇതൊക്കെയാണ് ടാഗോർ ഇതിലൂടെ മുന്നോട്ട് വെച്ചത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല പരിപാടികളും ടാഗോർ ഈ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ റീകൺസ്ട്രക്ഷൻ കർഷകർക്ക് മെച്ചപ്പെട്ട കാർഷിക രീതികളെ കുറിച്ചുള്ള നിരവധി പ്രദർശനങ്ങളും നടത്തി. വളരെ വ്യക്തമായ പുരോഗതി ശ്രീനികേതന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ പ്രകടമായെങ്കിലും വ്യാപകമായിട്ടുള്ള ഒരു സ്വാധീനം ഈ പരീക്ഷണത്തിന് ഉണ്ടായില്ല. അടുത്തതായിട്ട് നമ്മുടെ ഗാന്ധി സേവാഗ്രാം എന്നൊരു പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പൊ അതിലത്തെ ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ ഈ ടാഗോറിന്റെ ഈ പദ്ധതിയിലും വരുന്നുണ്ട്. ശുചിത്വത്തിന് പ്രാധാന്യം നൽകുക, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക. ഈ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക എന്ന് പറയുമ്പോൾ കുട്ടികളുടെ മാത്രമല്ല, മുതിർന്നവർക്കും അവരുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവരുടെയും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഗ്രാമീണരുടെ അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ കുടിൽ വ്യവസായത്തിന് കൂടുതൽ സ്ഥാപിക്കുക, അതിനുവേണ്ട പരിശീലനങ്ങൾ നൽകുക എന്നുള്ളത് ഈ നമ്മുടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച സേവാഗ്രാമിലും വരുന്നുണ്ട്. അതേപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ മുന്നോട്ട് വെച്ച ശ്രീനികേതൻ പ്രൊജക്റ്റിലും വരുന്നുണ്ട്. ഡയറി ഫാമിന്റെ, പാലുൽപാദനവുമായി ബന്ധപ്പെട്ട് ഡയറി ഫാമിന്റെ വികസനം, പിന്നെ ഒരു സഹവർത്തിത്വം അല്ലെ, ഒരു സഹകരണ മനോഭാവം വളർത്തിയെടുക്കുക, സാങ്കേതിക വിദ്യ പിന്തുടരാൻ വേണ്ടി ജനങ്ങളെ പ്രചോദനം നൽകുക, ഇതൊക്കെ ഇതിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ എന്തൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിന്റെ കാര്യത്തിൽ ഈ ശ്രീനികേതൻ പ്രൊജക്റ്റിൽ ഓർക്കേണ്ടത്. 1921 നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച ഒരു പ്രൊജക്റ്റാണ്. എത്ര ഗ്രൂപ്പുകളാണ്? 8 ഗ്രാമങ്ങളുടെ കൂട്ടമായിട്ട്, അല്ലെങ്കിൽ 8 ഗ്രാമങ്ങളുടെ ഒരു കൂട്ടമാണ് ഇതിന്റെ ഈ പദ്ധതിയുടെ കേന്ദ്രം എന്ന് പറയുന്നത്. സർക്കാർ സഹായമൊന്നും ലഭിച്ചിട്ടില്ല. ഗ്രാമീണ വികസനത്തിൽ യുവാക്കളുടെ താല്പര്യം വളർത്തിയെടുക്കുക, അതേപോലെ തന്നെ സഹകരണ സംഘങ്ങള്, മാതൃകാ കൃഷിത്തോട്ടങ്ങള്, നല്ല ഗുണമേന്മയുള്ള വിത്തുകള്, ആധുനിക സാങ്കേതിക വിദ്യ ഈ കർഷകരെ പരിചയപ്പെടുത്തി കൊടുക്കുക, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, ഗ്രാമീണരെ അറിവുള്ളവരാക്കി മാറ്റുക, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുക അല്ലെ. കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന് കൈത്തൊഴിലിന്റെ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് യുവജന പ്രസ്ഥാനങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി യുവജന പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ഡയറി ഫാമിന്റെ വികസനം, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഈ നമ്മുടെ ശ്രീനികേതൻ പ്രൊജക്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട 2 പോരായ്മകൾ എന്ന് പറയുന്നത്, ഒന്നാമത് ഈ 8 ഗ്രാമങ്ങളിൽ മാത്രമായിട്ട് ഇത് നിന്നു അല്ലെ. ഈ 8 ഗ്രാമങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള പുരോഗതി കാണാൻ സാധിക്കുമെങ്കിലും അവിടെ മാത്രമായിട്ട് ഈ പ്രൊജക്ട് ഒതുങ്ങി നിന്നു എന്നുള്ളത് ഒരു പോരായ്മയാണ്. സർക്കാരിന്റെ പിന്തുണയൊന്നും തന്നെ ഇതിന് ലഭിച്ചില്ല. അതേപോലെ തന്നെ കൂടുതൽ ഗവേഷണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്താൻ സാധിച്ചില്ല. പക്ഷെ അവിടുത്തെ കർഷകരെ ഈ പുതിയ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനും അവർക്ക് കൂടുതൽ അറിവ് നൽകുന്നതിനും യുവാക്കളെ കൂടുതൽ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നതിനും കുടിൽ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഡയറി ഫാം ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ ഇത് സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അടുത്തത് നമ്മുടെ ഗാന്ധിജിയുടെ സേവാഗ്രാം എന്നുള്ള പദ്ധതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ടാഗോറിന്റെ ശ്രീനികേതൻ പ്രൊജക്റ്റിൽ നിന്ന് മാറി ഈ ഗാന്ധിജിയുടെ സേവാഗ്രാം പദ്ധതിയിലേക്ക് വരുമ്പോൾ അവിടെ കുറെ കാര്യങ്ങളൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ ഏറ്റവും നമുക്കതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സത്യവും അഹിംസയും അല്ലെ. നമ്മൾ ഗാന്ധിജിയുടെ സ്ഥിരം പറയുന്ന സത്യവും അഹിംസയും എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി വന്ന ഒരു പദ്ധതിയാണ് അല്ലെ, സത്യവും അഹിംസയും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഗാന്ധിജിയാണെന്ന്. സത്യവും അഹിംസയും എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി വന്നൊരു പദ്ധതിയാണ് സേവാഗ്രാം പദ്ധതി എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മുതിർന്ന വിദ്യാഭ്യാസം ഇവിടെയുണ്ട് അല്ലെ. അതായത് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിദ്യാഭ്യാസം ഇവിടെയുണ്ട്, ശുചിത്വം ഇവിടെയും വരുന്നുണ്ട്, അതുപോലെ തന്നെ കുടിൽ വ്യവസായങ്ങളും ഇവിടെയും വരുന്നുണ്ട്. പക്ഷെ തൊട്ടുകൂടായ്മയുടെ ഉന്മൂലനം, നമ്മൾ അവിടെ പറയാത്തൊരു കാര്യമാണ് തൊട്ടുകൂടായ്മയുടെ ഉന്മൂലനം എന്നുള്ളത്. നമുക്കറിയുന്ന കാര്യമാണ്. നമ്മൾ ആർട്ടിക്കിൾ 17
നമ്മൾ എന്താണ് അൺടച്ചബിലിറ്റിക്കെതിരെയുള്ള ആർട്ടിക്കിൾ അല്ലെ, തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള ആർട്ടിക്കിൾ നമ്മൾ പാസ്സാക്കിയത് നമ്മുടെ മഹാത്മാഗാന്ധിജിക്ക് ജയ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ പാസ്സാക്കിയത് തന്നെ. അപ്പൊ അവിടെ തന്നെ നമുക്കറിയാം ഗാന്ധിയുമായിട്ട് അത്രയും ഒരു ബന്ധമുള്ള കാര്യമാണ് ഈ തൊട്ടുകൂടായ്മ. അപ്പൊ ആ ഗാന്ധിയുടെ പ്ലാൻ ആയിട്ടുള്ള സേവാഗ്രാം പദ്ധതിനെ കുറിച്ച് പറയുമ്പോഴും എന്ത് പറയണം? തൊട്ടുകൂടായ്മയുടെ ഉന്മൂലനം എന്നുള്ളത് ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യമായിരുന്നു എന്ന് പറയണം. അതേപോലെ തന്നെ അധസ്ഥിത വിഭാഗത്തിന്റെ സ്വയം പര്യാപ്തത, അധസ്ഥിത വിഭാഗത്തിന്റെ സ്വയം പര്യാപ്തത, ഹരിജൻ എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച് തന്നെ ഗാന്ധിയാണ് അല്ലെ. അപ്പോൾ അധസ്ഥിത വിഭാഗത്തിന്റെ സ്വയം പര്യാപ്തത, സ്ത്രീകളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം, സ്ത്രീകളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം, പിന്നെ സാമൂഹിക ഐക്യം. അത് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, സഹകരണ മനോഭാവം വളർത്തിയെടുക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ ടാഗോറിന്റെ പദ്ധതിയിലുണ്ട്. അതേപോലെ തന്നെ സാമൂഹിക ഐക്യം എന്നിവയ്ക്കൊക്കെ ഊന്നൽ നൽകിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഈ സേവാഗ്രാം പദ്ധതി എന്നുള്ളത്. അപ്പൊ സേവാഗ്രാം പദ്ധതി എന്ന് പറയുമ്പോൾ തന്നെ ഗാന്ധിജി ആരംഭിച്ച പദ്ധതിയാണ്. അതിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട കാര്യം സത്യവും അഹിംസയും എന്ന തത്വത്തിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട്, സത്യവും അഹിംസയും എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് സേവാഗ്രാം പദ്ധതി എന്നുള്ളത്. തൊട്ടുകൂടായ്മയുടെ ഉന്മൂലനം, അതുപോലെ അധസ്ഥിത വിഭാഗക്കാരുടെ സ്വയം പര്യാപ്തത, സ്ത്രീകളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം, സാമൂഹിക ഐക്യം, ഇതൊക്കെ എടുത്തു പറയണം. പിന്നെ മറ്റേല് പറഞ്ഞ ശുചിത്വം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, കുട്ടികളുടെയും മുതിർന്നവരുടെയും വിദ്യാഭ്യാസം, പിന്നെ കുടിൽ വ്യവസായങ്ങൾ, ഇതൊക്കെ എവിടെയും വരുന്നുണ്ട്, നമ്മുടെ ഈ സേവാഗ്രാം പദ്ധതിയിലും വരുന്നുണ്ട്. വികസനത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ സങ്കല്പങ്ങൾ, ഈ ഗ്രാമവികസനത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ സങ്കല്പം എന്ന് പറയുന്നത് സമഗ്ര വികസനം. ഗ്രാമവികസനത്തെ കുറിച്ചിട്ടുള്ള ഗാന്ധിയൻ സങ്കല്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമഗ്ര വികസനം എന്ന് പറയാം. എന്താണ് ഗ്രാമവികസനത്തെ കുറിച്ചുള്ള ഗാന്ധിയൻ സങ്കല്പം എന്തെന്ന് ചോദിച്ചാൽ സമഗ്ര വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ മേഖലയിലുള്ള വികസനം അല്ലെ, സമഗ്ര വികസനം. അപ്പൊ എല്ലാ മേഖലയിലുള്ള വികസനം എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ മനുഷ്യന്റെ എല്ലാ തരത്തിലുമുള്ള വികസനം. ഒന്നാമത്തെ കാര്യം ഈ സമഗ്ര വികസനത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് തന്നെ മനുഷ്യന്റെ എല്ലാ വിധത്തിലുമുള്ള വികസനം. ഇനി മനുഷ്യന് മാത്രം വികസനം മതിയോ? ഇല്ല അല്ലെ. കാരണം വെച്ചാൽ അവിടെ പ്രകൃതി കൂടി ഉണ്ട്, പ്രകൃതിയെ കൂടി അവിടെ നിലനിർത്തണം. അതായത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ ഉണ്ടായിരിക്കണം. ഉണ്ടായിരിക്കണം. നമ്മളെ ഈ ഗോവധ നിരോധനം അല്ലേ, നമ്മുടെ വന്യജീവികളൊക്കെ കൊന്നൊടുക്കുന്നതൊക്കെ നമ്മളെ കൊല്ലുന്നതൊക്കെ എതിർത്തിട്ടുണ്ടായിരുന്നു? ഗാന്ധിജി എതിർത്തിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ പഠിക്കുന്ന സമയത്ത് അവിടെ ഗാന്ധിയൻ തത്വങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ലിബറൽ ആശയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമ്പോൾ ഈ ഗോവധ നിരോധനം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഗാന്ധിയൻ ആശയങ്ങളിലും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം അവിടെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് തന്നെ ഗാന്ധിജി മുന്നോട്ട് വെച്ചൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ആവശ്യങ്ങളുടെ കുറയ്ക്കലും ലളിത ജീവിതവും, അദ്ദേഹത്തിന്റെ രൂപവും അദ്ദേഹത്തിന്റെ ജീവിതവും ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. അദ്ദേഹത്തിന്റെ ആ വേഷവിധാനം തന്നെ ലളിതമായിട്ടുള്ളൊരു ജീവിതമാണ് അല്ലെ. അത് മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒരു സെന്റൻസ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, കൃത്യമായി ഓർക്കുന്നില്ല. അതായത് ഇങ്ങനെയാണ്, അത് എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വിഭവങ്ങൾ ഉണ്ട് അല്ലെ, നമ്മുടെ ഭൂമിയിൽ എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തിനില്ലതാനും. അങ്ങനത്തെ ഒരു സെന്റൻസ് നമ്മുടെ SCERTയിൽ നമ്മുടെ ഗാന്ധിജി പറഞ്ഞതായി നൽകിയിട്ടുണ്ട് ഇല്ലേ. അതായത് എല്ലാവരുടെ ആവശ്യങ്ങൾക്കുള്ളതുണ്ട്, പക്ഷെ ഒരാളുടെ പോലും അത്യാർത്ഥി അല്ലെങ്കിൽ അവരുടെ ആഡംബരത്തിന് ഉള്ള ഒരു വസ്തു നമ്മുടെ ഭൂമിയിൽ ഇല്ല എന്നൊരു സെന്റൻസ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ലളിത ജീവിതം നയിക്കണം. അപ്പൊ അത് തന്നെയാണ് മൂന്നാമത്തെ കാര്യം, ആവശ്യങ്ങളുടെ കുറയ്ക്കലും ലളിത ജീവിതവും എന്നുള്ളത്. ധാർമ്മികവും ആധ്യാത്മികവുമായിട്ടുള്ള പുരോഗതി, ധാർമ്മികതയെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതായത് ഗാന്ധിജിയുടെ അഭിപ്രായത്തില് സാമ്പത്തിക ശാസ്ത്രത്തെയും ധാർമ്മികതയെയും വേർതിരിക്കുന്ന ഒരു രേഖ വരയ്ക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേർതിരിവ് സൃഷ്ടിക്കാനോ എനിക്കാവില്ല. ഒരു വ്യക്തിയുടെയോ ജനതയുടെയോ ധാർമ്മിക ക്ഷേമത്തെ വ്രണപ്പെടുത്തുന്ന സാമ്പത്തിക വ്യവസ്ഥിതി അധാർമികവും പാപകരവുമാണ്. അപ്പൊ ധാർമ്മികമായിട്ടുള്ള ഒരു വികസനം, ആ ധാർമ്മികമായിട്ടുള്ള വികസനത്തിന് അദ്ദേഹം അഭിപ്രായം എന്താണ് പറഞ്ഞത്? സാമ്പത്തിക ശാസ്ത്രത്തെയും ധാർമ്മികതയെയും വേർതിരിക്കുന്ന ഒരു രേഖ വരയ്ക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേർതിരിവ് സൃഷ്ടിക്കാനോ എനിക്കാവില്ല. ഒരു വ്യക്തിയുടെയോ ജനതയുടെയോ ധാർമ്മിക ക്ഷേമത്തെ വ്രണപ്പെടുത്തുന്ന സാമ്പത്തിക വ്യവസ്ഥിതി അധാർമികവും പാപകരവുമാണ്.
ഗാന്ധിയുടെ എന്ത് ആശയം ഗാന്ധിജി മുന്നോട്ട് വെച്ചാലും അദ്ദേഹം അത് അല്ലെ സത്യത്തിലും അഹിംസയിലും അടിയുറച്ചുകൊണ്ടാണ് അടിയുറച്ചുകൊണ്ടാണ് അദ്ദേഹം എന്തൊരു കാര്യം മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയുന്നതാണ്. അതായത് ഇന്ത്യ മൊത്തം ഒട്ടാകെ വ്യാപിച്ച് വളരെ ഒരു ശക്തി പ്രാപിച്ച ഒരു നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെ അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് അങ്ങോട്ട് പിൻവലിച്ചു. കാരണം എന്താണ്? ചൗരി ചൗര സംഭവം. ഒരു ധാർമ്മിക മൂല്യമാണ് അവിടെ നഷ്ടപ്പെട്ടു പോയത്. അഹിംസ എന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ധാർമ്മിക മൂല്യമാണ് അവിടെ നഷ്ടപ്പെട്ടത് ആ സംഭവത്തെ തുടർന്നത്. അപ്പൊ അദ്ദേഹം എന്താണ് ചെയ്തത്? ഒറ്റ ദിവസം കൊണ്ട് ആ നിസ്സഹകരണ പ്രസ്ഥാനം തന്നെ പിൻവലിച്ചു. അപ്പൊ അത്രയധികം ധാർമ്മികതയ്ക്ക് മൂല്യം നൽകുന്ന ഒരു വ്യക്തിയാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഏതൊരു ആശയവും എന്തിൽ അടിയുറച്ചതായിരിക്കും? ഈ ധാർമ്മികതയിൽ അടിയുറച്ചതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച എന്ന് പറയുന്നത് ഒരിക്കലും ധാർമ്മികതയ്ക്ക് കോട്ടം തട്ടുന്നതാവരുത്. സമ്പദ് വ്യവസ്ഥ വളരുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും ധാർമ്മിക മൂല്യങ്ങളെ നശിപ്പിക്കരുത്. അത് തന്നെയാണ് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ അടുത്തത് കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നാഗരികത. നമ്മുടെ ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ് അല്ലെ, ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. ഗ്രാമ സ്വരാജ് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ഗാന്ധിജി. അപ്പൊ ഗ്രാമങ്ങൾക്ക് അത്രയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഗ്രാമവികസനത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും നഗരത്തെ സൃഷ്ടിക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ. ഒരു ഗ്രാമത്തെ വികസനത്തിന്റെ പാതയിൽ കൊണ്ടുവരാന്ന് പറയുന്നത് ഒരിക്കലും ഗ്രാമത്തിൽ കൊണ്ടുവന്ന് വലിയൊരു ഫാക്ടറി പണിത് അവിടുത്തെ ജനങ്ങൾക്കെല്ലാം അവിടെ ജോലി വാങ്ങിച്ചു കൊടുത്ത് എല്ലാവർക്കും വലിയ രീതിയിൽ ശമ്പളം നൽകിക്കൊണ്ട് എല്ലാം ഒരിക്കലും ഒരു ഗ്രാമത്തെ വികസനത്തിൽ പാതയിലേക്ക് കൊണ്ടുവരുന്നത്. ഗ്രാമത്തെ എങ്ങനെയാണ് വികസിപ്പിക്കേണ്ടത്? അവിടെ കൃഷിയും അനുബന്ധ വ്യവസായങ്ങളും അല്ലെ അനുബന്ധമായിട്ടുള്ള കൈത്തൊഴിലുകളും എല്ലാം കൂടുതൽ കൊണ്ടുവന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും കൊണ്ടുവന്നുകൊണ്ടാണ് അവിടുത്തെ വികാസം പ്രാപിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും ഒരു നാഗരികത അടിച്ചേൽപ്പിച്ചുകൊണ്ടല്ല ഒരിക്കലും ഒരു ഗ്രാമത്തിന്റെ വികസനം സൃഷ്ടിക്കേണ്ടത്. അത് തന്നെയാണ് കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നാഗരികത എന്ന് പറയുന്നത്. അതിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ വായിക്കാം. അത് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള സെന്റൻസുകളാണ്. ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്, ഗ്രാമങ്ങൾ നശിച്ചാൽ ഇന്ത്യ നശിക്കും. അപ്പൊ ഇതാരാണ് പറഞ്ഞത്? ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്, ഗ്രാമങ്ങൾ നശിച്ചാൽ ഇന്ത്യ നശിക്കും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഗ്രാമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമങ്ങളുടെ സ്വയം പര്യാപ്തതയെ നിഷേധിക്കുന്ന വികസന മാതൃകകളും ഹാനികരമാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഗ്രാമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമങ്ങളുടെ സ്വയം പര്യാപ്തതയെ നിഷേധിക്കുന്ന വികസന മാതൃകകൾ ഹാനികരമാണ്. ഗാന്ധിജിയുടെ ആശയം അഹിംസാത്മക വഴിയിലൂടെയുള്ള ഇന്ത്യൻ ഗ്രാമങ്ങളുടെ പുനർനിർമ്മാണമാണ്. ഗ്രാമങ്ങളുടെ പുനർനിർമ്മാണമാണ്, ഒരിക്കലും ഗ്രാമങ്ങളെ നഗരവൽക്കരിക്കുക എന്നുള്ളതല്ല ഗാന്ധിജിയുടെ ആശയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സമത്വവും സാമൂഹ്യനീതിയും നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലെ. അതായത് അധസ്ഥിത വിഭാഗത്തിന്റെ ഉന്നമനം എന്നുള്ളത് ഗാന്ധിജി മുന്നോട്ട് വെച്ച വലിയൊരു ആശയമാണ്. അതുകൊണ്ട് തന്നെ സമത്വവും സാമൂഹ്യനീതിയും എന്നുള്ളത് ഇതിന്റെ ഈ സമഗ്ര വികസനത്തിന്റെ ഒരു ഭാഗമാണ്. സ്വയം പര്യാപ്തതയും സ്വയം പര്യാപ്തമാകുക. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം വാർധാ പദ്ധതി നമുക്കറിയാം 1937 ഗാന്ധിജി തന്നെ മുന്നോട്ട് വെച്ച ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് അല്ലെ, വാർധാ പദ്ധതി അല്ലെങ്കിൽ നെയ്യും താലീം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നത്? അവിടെ അദ്ദേഹം പറയണത് കുറെ ബിരുദധാരികൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ കുറെ സർട്ടിഫിക്കറ്റുകളും കുറെ സംഭവങ്ങളും ലഭിക്കുക എന്നുള്ളതല്ല ഒരിക്കലും വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അവരെ ഒരു തൊഴിൽ പഠിപ്പിക്കുക അല്ലെ, തൊഴിലിൽ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം എന്നുള്ളതായിരുന്നു ഈ വാർധാ പദ്ധതിയുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ശരിക്കും 3 അജണ്ടകളാണ് ഈ വാർധാ പദ്ധതിയിൽ വെക്കുന്നത്. വാർധാ പദ്ധതി എന്ന് എന്താ പറയാൻ കാരണം? നെയ്യും താലീം എന്നാണ് ശരിക്കുള്ള അതിന്റെ പേര്. വാർധാ പദ്ധതി എന്ന് പറയാൻ കാരണം 1937 കോൺഗ്രസിന്റെ INCയുടെ ഈ വാർധാ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ഈ ഗാന്ധിജി മുന്നോട്ട് വെച്ച ഈ പദ്ധതി, വിദ്യാഭ്യാസ പദ്ധതി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെ വാർധാ പദ്ധതി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതിൽ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അല്ലെങ്കിൽ ആ സമ്മേളനത്തിൽ INCയുടെ ആ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ആ പ്രമേയത്തിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം 7 വർഷത്തേക്ക് രാജ്യവ്യാപകമായി സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം. 7 വർഷത്തേക്ക് രാജ്യവ്യാപകവും സൗജന്യവുമായും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം 7 വർഷത്തേക്ക്. രണ്ടാമത്തെ കാര്യം മാതൃഭാഷയിലായിരിക്കണം പഠന മാധ്യമം അല്ലെ. ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നു എങ്കിലും അവരുടെ മാധ്യമം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരുന്നു അല്ലെ. ഇംഗ്ലീഷിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ആരംഭിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാതൃഭാഷയായിരിക്കണം പഠന മാധ്യമം എന്നുള്ളത് ഈ പദ്ധതിയുടെ ഒരു പ്രമേയമായിരുന്നു. അതേപോലെ തന്നെ വിദ്യാഭ്യാസം ബിരുദത്തിനും പരീക്ഷയ്ക്കും മാത്രമല്ല ഉൽപാദനക്ഷമമായ ജോലിയെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം എന്നും കൂടി ഇതിന്റെ ഒരു ആശയമാണ്. അപ്പൊ 3 ആശയങ്ങളാണ് മെയിൻ ആയിട്ടും ഈ നെയ്യും താലീം അല്ലെങ്കിൽ വാർധാ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചത്. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്
ഏഴ് വർഷത്തേക്ക് നിർബന്ധിത വിദ്യാഭ്യാസം അല്ലെ, സൗജന്യമായിട്ടുള്ളതും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം. മാതൃഭാഷ പഠനമാധ്യമമായിരിക്കണം. അതേപോലെ തന്നെ വിദ്യാഭ്യാസം ബിരുദത്തിന് വേണ്ടി മാത്രമായിരിക്കരുത്, ഉൽപാദനക്ഷമമായിട്ടുള്ള ഒരു ജോലിയെ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം അല്ലെ. അതായത് നമ്മുടെ പലതരത്തിലുള്ള കരകൗശല വിദ്യകളും കൈത്തൊഴിലുകളൊക്കെ ഈ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള കാര്യം കൂടി ഈ പദ്ധതിയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗാന്ധി മുന്നോട്ട് വെച്ച ഈ പ്ലാനിനെ കുറിച്ചിട്ട്, ഈ നയീം താലീം വിദ്യാഭ്യാസ പദ്ധതിയെ കുറിച്ചിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. INC സക്കീർ ഹുസൈൻ അധ്യക്ഷനായിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അങ്ങനെ 1938 കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. 37 ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. കമ്മിറ്റി രൂപീകരിക്കുന്നതും വാർത്താ സമ്മേളനവും ഒക്കെ 1937. 38 റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ഈ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു. പക്ഷെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ചെറിയ മാറ്റം എന്ന് പറയുന്നത് 7 വർഷത്തേക്കുള്ള സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള പഠനം എന്നുള്ളത് 8 വർഷത്തേക്കാക്കി. 8 വർഷമാണ് നിർബന്ധിതമായിട്ടുള്ള പഠനം പറഞ്ഞത്. അതായത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 6 മുതൽ 14 വയസ്സ് വരെ നിർബന്ധിതവും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴും നമ്മുടെ പെൺകുട്ടികൾക്ക് അവിടെ പറയുന്നത് 12 വയസ്സ് എത്തിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ മാതാപിതാക്കൾക്ക് ഇവരുടെ പഠിത്തം നിർത്താം, ഇവരുടെ വിദ്യാഭ്യാസം വേണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്നാണ് പറയുന്നത്. പണ്ട് കാലത്ത് അറിയാലോ, പെൺകുട്ടികളൊന്നും അധികം പഠിപ്പിക്കുന്ന ഒരു ഇത് ഉണ്ടായിരുന്നില്ല. നമുക്കറിയുന്നതാണ്, നമ്മുടെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഒക്കെ ആയിട്ടിരുന്നിട്ടുള്ള നമ്മുടെ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എസ് രാധാകൃഷ്ണൻ അല്ലേ, അദ്ദേഹത്തിന്റെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹം ഒരു വിദ്യാഭ്യാസ കമ്മീഷന്റെ തലവനായിട്ടിരുന്നിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം അതിൽ റിപ്പോർട്ട് സമർപ്പിച്ച സമയത്ത് നമ്മുടെ സ്ത്രീകൾക്ക് എന്ത് നൽകാനാ പറഞ്ഞത്? അതായത് അവർക്ക് പോഷകാഹാരങ്ങളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ആരോഗ്യത്തെ കുറിച്ചിട്ടും കുട്ടികളുടെ ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയധികം വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ് അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തി അടക്കം ആ കാലഘട്ടത്തിൽ പറഞ്ഞത് സ്ത്രീകളെ ഇതൊക്കെ പഠിപ്പിക്കാനാണ് പറഞ്ഞത്. കുട്ടികളുടെ ആരോഗ്യത്തെ കുറിച്ചിട്ടും പോഷകാഹാരങ്ങളെ കുറിച്ചൊക്കെ സ്ത്രീകളെ പഠിപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം, അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ മാക്സിമം 12 വയസ്സ് തന്നെ സ്ത്രീകൾക്ക് നൽകിയത് മഹാഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ 6 മുതൽ 14 വയസ്സ് വരെയാണ് നിർബന്ധിത വിദ്യാഭ്യാസമാക്കിയത്. അതിൽ സ്ത്രീകൾക്ക് 12 വയസ്സായി കഴിഞ്ഞാൽ വേണമെങ്കിൽ നിർത്താം അല്ലെങ്കിൽ പഠിപ്പിക്കാം എന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കുക. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണം, സ്ത്രീകളെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ 6 മുതൽ 14 വയസ്സ് വരെ നിർബന്ധിത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കും. 6 മുതൽ 12 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും 12 വയസ്സാവുമ്പോൾ വേണമെങ്കിൽ പെൺകുട്ടികളുടെ പഠനം നിർത്താനുള്ള ഒരു ഓപ്ഷനും കൂടിയും അവിടെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 8 വർഷം എന്നുള്ളത് 5+3 എന്നാക്കിയും തിരിച്ചത്. 5+3, 5 വർഷം ജൂനിയർ വിദ്യാഭ്യാസവും അതിനുശേഷം 3 വർഷം സീനിയർ സ്റ്റേജ് അതായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സമ്പാദിക്കുമ്പോൾ തന്നെ പഠിക്കുമ്പോൾ സമ്പാദിക്കുക എന്നുള്ളതായിരുന്നു. സമ്പാദിക്കുമ്പോൾ പഠിക്കുക, സമ്പാദിക്കുന്ന സമയത്തും പഠിക്കുമ്പോൾ സമ്പാദിക്കുക എന്നുള്ളതായിരുന്നു. അതായത് ഈ പഠനത്തോടൊപ്പം തന്നെ തൊഴിലുകളും പല കുട്ടികളെ കൊണ്ട് പല ചെറിയ തൊഴിലുകളും ചെയ്യിപ്പിച്ചിരുന്നു. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം മാതൃഭാഷയിലായിരിക്കണം പഠനം. അത് അങ്ങനെ തന്നെ നിലനിർത്തി, മാതൃഭാഷയിൽ തന്നെയായിരിക്കണം പഠനം. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം ബിരുദത്തിനും പരീക്ഷയ്ക്കുമല്ല, ഉൽപാദനശേഷിയുള്ള ജോലികളെ കൂടി കേന്ദ്രീകരിച്ചായിരിക്കണം. ഇതും നമ്മുടെ സർദാർ ഹുസൈൻ എന്നൊക്കെ പറയണത് നമ്മുടെ സക്കീർ ഹുസൈന്റെ കമ്മിറ്റി ഓക്കെ പറഞ്ഞു. അപ്പൊ അതിൽ മാറ്റം വരുത്തിയത് ഈ സമയത്തിന് മാത്രമാണ്. അതായത് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം 7 വർഷം എന്നുള്ളത് മാറ്റിയിട്ട് 8 വർഷം എന്നാണ് ആക്കിയത്. 6 മുതൽ 14 വയസ്സ് വരെ. അതിനെ 2 സ്റ്റേജുകളായി തിരിച്ചു. ആദ്യത്തെ സ്റ്റേജ് 5 വർഷമാണ്, അത് ജൂനിയർ സ്റ്റേജ് എന്നും. രണ്ടാമത്തത് 3 വർഷം സീനിയർ സ്റ്റേജ് എന്നും തിരിച്ചു. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം 12 വയസ്സ് വരെ മാത്രമാണ് നിർബന്ധം പറഞ്ഞത്. അതിനുശേഷം വേണമെങ്കിൽ നിർത്താം എന്ന്, മാതാപിതാക്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പഠിപ്പിച്ചാൽ മതി എന്നൊരു വ്യവസ്ഥ കൂടി വെച്ചു. ഈ പഠിക്കുന്നതോടൊപ്പം തന്നെ ജോലി ചെയ്യുക, സമ്പാദിക്കുമ്പോഴും പഠിക്കുക എന്നുള്ളൊരു ഇതിനെ തത്വത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വാർത്താ പദ്ധതി, നയീം താലീം പദ്ധതിയൊക്കെ ആയി ബന്ധപ്പെട്ടാണ്. എന്നാണ് 1937 ഗാന്ധി മുന്നോട്ട് വെച്ച പദ്ധതിയാണ്. അപ്പൊ നമുക്കറിയാം, ഈ ഗാന്ധിജി വിദ്യാഭ്യാസം, ഈ നയീം താലീം എന്നുള്ള പദ്ധതി മുന്നോട്ട് വെച്ച് തന്നെ സ്വാശ്രയത്വം, സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയാണ്. അപ്പൊ ഈ ഗ്രാമവികസനത്തിന്റെ സമഗ്ര വികസനത്തിലും അദ്ദേഹം എന്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്? ഈ പറഞ്ഞ പോലെ സ്വാശ്രയത്വവും സ്വയം പര്യാപ്തത
പര്യാപ്തതയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഗാന്ധിയുമായി കണക്ട് ചെയ്താൽ തന്നെ കിട്ടും ഈ സമഗ്ര വികസനത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. 7 പോയിന്റ് പറഞ്ഞു. ഓരോ പോയിന്റും നിങ്ങൾ തന്നെ മനസ്സിൽ ചിന്തിക്കുക. 7 പോയിന്റും കിട്ടുന്നുണ്ടെന്ന്. സമഗ്ര വികസനമാണ് ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്താണ് ഈ സമഗ്ര വികസനത്തിന്റെ സവിശേഷത? സമഗ്ര വികസനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് തന്നെ മനുഷ്യന്റെ എല്ലാ വിധത്തിലുമുള്ള വികസനം. മനുഷ്യന്റെ എല്ലാ വിധത്തിലുമുള്ള വികസനം. ഇനി മനുഷ്യ വികാസം പ്രാപിച്ചാൽ പോരാ, പ്ലസ് ആരും കൂടി വേണം, പ്രകൃതിയും കൂടി വേണം. അതുകൊണ്ട് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ. ഇനി പ്രകൃതിയും മനുഷ്യനും എങ്ങനെയാണ് സന്തുലിതാവസ്ഥമായി മുന്നോട്ട് പോകാൻ പറ്റുക? ആവശ്യങ്ങൾ കുറയ്ക്കണം അല്ലെ, അമിതമായിട്ട് ചൂഷണം ചെയ്യരുത്. അപ്പൊ അതാണ് മൂന്നാമത്തെ പോയിന്റ്. ആവശ്യങ്ങളുടെ കുറയ്ക്കലും ലളിതമായിട്ടുള്ള ജീവിതവും. ആവശ്യങ്ങളുടെ കുറയ്ക്കലും ലളിതമായിട്ടുള്ള ജീവിതവുമാണ് മൂന്നാമത്തെ പോയിന്റ്. അടുത്തത് ധാർമ്മികവും ആധ്യാത്മികവുമായിട്ടുള്ള പുരോഗതി. ധാർമ്മികവും ആധ്യാത്മികവുമായിട്ടുള്ള പുരോഗതി. സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ധാർമ്മിക മൂല്യങ്ങളെ നശിപ്പിക്കരുത്. അതാണ് ധാർമ്മികവും ആധ്യാത്മികവുമായിട്ടുള്ള പുരോഗതി എന്ന് പറഞ്ഞത്. അഞ്ചാമത്തേത് പറഞ്ഞത് നമ്മൾ കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നാഗരികതയാണ് വേണ്ടത്. കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നാഗരികതയാണ് വളർത്തിയെടുക്കേണ്ടതെന്ന് പറഞ്ഞത്. ആറാമത്തെ പോയിന്റ് സമത്വവും സാമൂഹ്യ നീതിയും. സമത്വവും അല്ലെ, തൊട്ടുകൂടായ്മയൊന്നും പാടില്ല. നമ്മുടെ അതുപോലെ തന്നെ അധസ്ഥിത വിഭാഗത്തെ സംരക്ഷിച്ചു കൊണ്ടുപോരണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്? സമത്വവും സാമൂഹ്യ നീതിയും. ഏഴാമത്തെ പോയിന്റ് സ്വയം പര്യാപ്തതയും സ്വാശ്രയത്വവും. സ്വയം പര്യാപ്തതയും സ്വാശ്രയത്വവും. നിങ്ങൾക്ക് ഇത് ഓപ്ഷനിൽ കണ്ടാൽ ഇത് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള സമഗ്ര വികസനത്തിൽ ഉൾപ്പെട്ടതാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഒന്നും കൂടി മനസ്സിൽ ചിന്തിക്കുക. ഫസ്റ്റ് തന്നെ പറഞ്ഞ സമഗ്ര വികസനം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ തന്നെ എല്ലാ രീതിയിലുള്ള വികസനം. അതായത് മനുഷ്യന്റെ എല്ലാ വിധത്തിലുമുള്ള വികസനം. ഇനി മനുഷ്യൻ മാത്രം പോരാ, പ്രകൃതിയും കൂടിയും വേണം. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ. അങ്ങനെ പ്രകൃതിനെ സന്തുലിതമായി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അമിതമായിട്ട് ചൂഷണം ചെയ്യാൻ പാടില്ല അല്ലെ. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ആവശ്യങ്ങളുടെ കുറയ്ക്കലും ലളിത ജീവിതവും. ആവശ്യങ്ങളുടെ കുറയ്ക്കലും ലളിത ജീവിതവും. ലളിത ജീവിതം നയിക്കുക എന്ന് പറഞ്ഞത് ധാർമ്മികതയിൽ അടിസ്ഥാനമാക്കിയ ജീവിതമായിരിക്കും. അപ്പൊ ധാർമ്മികവും ആധ്യാത്മികവുമായിട്ടുള്ള പുരോഗതി. ധാർമ്മികവും ആധ്യാത്മികവുമായിട്ടുള്ള പുരോഗതി. അഞ്ചാമത്തെ പോയിന്റ് കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നാഗരികത. കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നാഗരികത. സാമൂഹികവും സമത്വവും സാമൂഹ്യ നീതിയും. സമത്വവും സാമൂഹ്യ നീതിയും. സ്വയം പര്യാപ്തതയും സ്വാശ്രയത്വവും. സ്വയം പര്യാപ്തതയും സ്വാശ്രയത്വവും. കിട്ടില്ലേ? അതിൽ ഈ കാര്യങ്ങൾ ഗാന്ധിയുടെ സെന്റൻസുകൾ ഒന്ന് ഓർത്തിരിക്കണം. ഒന്നാമത് പറഞ്ഞത് സാമ്പത്തിക ശാസ്ത്രത്തെയും ധാർമ്മികതയെയും വേർതിരിക്കുന്ന ഒരു രേഖ വരയ്ക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേർതിരിവ് സൃഷ്ടിക്കാനോ എനിക്കാവില്ല. ഒരു വ്യക്തിയുടെയോ ജനതയുടെയോ ധാർമ്മിക ക്ഷേമത്തെ വ്രണപ്പെടുത്തുന്ന സാമ്പത്തിക വ്യവസ്ഥിതി അധാർമികവും പാപകരവുമാണെന്ന് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ സെന്റൻസുകൾ നമ്മൾ ഒന്ന് ഇത് ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്, ഗ്രാമങ്ങൾ നശിച്ചാൽ ഇന്ത്യ നശിക്കും. ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്, ഗ്രാമങ്ങൾ നശിച്ചാൽ ഇന്ത്യ നശിക്കും എന്ന് പറഞ്ഞത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഗ്രാമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമങ്ങളുടെ സ്വയം പര്യാപ്തതയെ നിഷേധിക്കുന്ന വികസന മാതൃകകളും ഹാനികരമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഗ്രാമങ്ങളാണ്. അതുകൊണ്ട് ഈ ഗ്രാമങ്ങളുടെ സ്വയം പര്യാപ്തതയെ നിഷേധിക്കുന്ന വികസന മാതൃകകളും ഹാനികരമാണ്. ഇതൊക്കെ പറഞ്ഞത് ഗാന്ധിജിയാണെന്നൊന്ന് ഓർത്തിരിക്കണം. ചിലപ്പോൾ ആ സെന്റൻസ് അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ പ്ലാനുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞ സുന്ദർബൻ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു അല്ലെ. സുന്ദർബൻ പദ്ധതി 1903 ആരംഭിച്ചത്. ബെൻ എന്ന് പറയുമ്പോൾ തന്നെ ടൺ എന്ന് ഓർക്കാൻ പറഞ്ഞു. ഹാമിൽട്ടൺ ആണ് ആരംഭിച്ചത്. രണ്ടാമത് പറഞ്ഞ പദ്ധതി എന്ന് പറയുന്നത് 1921 ആരംഭിച്ചിട്ടുള്ള മാർത്താണ്ഡം പദ്ധതി. 1921 ആരംഭിച്ച മാർത്താണ്ഡം പദ്ധതിയാണ്. ആ മാർത്താണ്ഡവർമ്മനെ തന്നെ ഓർത്താൽ തന്നെ നമുക്ക് കിട്ടും അല്ലെ. അതായത് ജനങ്ങളുടെ എല്ലാ രീതിയിലുള്ള മാനസികവും സാമൂഹികവും സാമ്പത്തികവും കായികവും അതുപോലെ ആധ്യാത്മികവുമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള വികസനമാണ് മാർത്താണ്ഡം പദ്ധതി ലക്ഷ്യം വെച്ചത്. ആരാണത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാർത്താണ്ഡവർമ്മ ആ അമ്മച്ചിപ്ലാവിന്റെ ഉള്ളിൽ നിന്ന് വിരിഞ്ഞു വരുന്നത് ഓർത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഹാച്ചാണ് കൊണ്ടുവന്നത്. അടുത്ത നമ്മൾ പറഞ്ഞത് ഈ ശ്രീനികേതൻ പദ്ധതിയെ കുറിച്ചാണ് പറഞ്ഞത്. ശ്രീനികേതൻ പദ്ധതി 1921 ആരംഭിച്ചത്. നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറാണ് ആരംഭിച്ചത്. ഈ സർക്കാരിന്റെ യാതൊരു സഹായവും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ യുവജനങ്ങളുടെ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇത് അല്ലെ. യുവജനങ്ങളുടെ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തുക. അതായത് യുവജനങ്ങൾക്ക് കൂടി ഈ ഗ്രാമത്തിന്റെ വികസന കാര്യങ്ങളിൽ താല്പര്യം സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു. അതോടൊപ്പം തന്നെ 8 ഗ്രാമങ്ങളുടെ കൂട്ടായ്മയായിട്ടാണ് ഇത് അല്ലെ. 8 ഗ്രാമങ്ങളുടെ കൂട്ടായ്മയായിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. ആ ഗ്രാമങ്ങളിൽ മാത്രം ഈ വികസന പദ്ധതികൾ ഒതുങ്ങി നിന്നു എന്നുള്ളത് ഒരു പോരായ്മയായിരുന്നു. പിന്നെ നമ്മുടെ ഗാന്ധിയൻ കാര്യങ്ങളിൽ പറയുന്ന പോലെ തന്നെ വിദ്യാഭ്യാസം, മുതിർന്നവരുടെയും കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി, ശുചിത്വത്തിന് പ്രാധാന്യം നൽകി, ഡയറി ഫാമുകൾ വികസിപ്പിക്കുന്നതിൽ, അതേപോലെ തന്നെ
ആധുനിക വിദ്യകൾ, ആധുനിക സാങ്കേതിക വിദ്യകൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിലും അതേപോലെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളൊക്കെ കൊണ്ടുവരുന്നതിലൊക്കെ അവർ പ്രത്യേകം ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ആ പദ്ധതികളെ കുറിച്ച് പറഞ്ഞത്. പിന്നെ അതിനുശേഷം നമ്മൾ ഗാന്ധിജി മുന്നോട്ട് വെച്ച സേവാഗ്രാം പദ്ധതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. സേവാഗ്രാം പദ്ധതി ഏറ്റവും ഫസ്റ്റ് തന്നെ പറയണത് നമ്മുടെ ഇതിലും സത്യത്തിലും അഹിംസയിലും അടിയുറച്ചിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു അല്ലെ. സത്യത്തിലും അഹിംസയിലും അടിയുറച്ചൊരു പദ്ധതിയായിരുന്നു. പിന്നെ നമ്മൾ സ്ഥിരം ഗാന്ധിയുടെ ആശയങ്ങളൊക്കെ തന്നെയായിട്ടുള്ള ഈ അൺടച്ചബിലിറ്റി, അതായത് നമ്മുടെ തൊട്ടുകൂടായ്മയുടെ ഉന്മൂലനം, അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വയം പര്യാപ്തത, സ്ത്രീകളുടെ അടിസ്ഥാനമായിട്ടുള്ള വിദ്യാഭ്യാസം, സാമൂഹ്യ ഐക്യം, ഗ്രാമവികസന വ്യവസായങ്ങൾ, അതായത് കുടിൽ വ്യവസായങ്ങൾ, ഇതിനൊക്കെ പ്രാധാന്യം നൽകി. പിന്നെ ഗാന്ധിയുടെ ഈ ഗ്രാമവികസന സങ്കല്പം എന്ന് ചോദിച്ചാൽ സമഗ്ര വികസനമാണ്. ആ സമഗ്ര വികസനത്തിന്റെ സവിശേഷതകളാണ് നമ്മൾ 7 പോയിന്റ് പറഞ്ഞത്. അതിൽ തന്നെ നമ്മൾ വാർത്താ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഗ്രാമീണരുടെ സ്വാശ്രയത്വം, സ്വയം പര്യാപ്തത എന്ന ഭാഗത്ത് നമ്മൾ ഈ നെയ്യും താലീം എന്ന് ഗാന്ധി മുന്നോട്ട് വെച്ച ഒരു വിദ്യാഭ്യാസ പദ്ധതിയായിട്ടുള്ള നെയ്യും താലീം അഥവാ വാർത്താ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. 1937 ഈ പദ്ധതി മുന്നോട്ട് വെക്കുന്നത്. ഇതിനെക്കുറിച്ച് INC വാർത്താ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. അതുകൊണ്ട് വാർത്താ പദ്ധതി എന്ന് അറിയപ്പെടുന്നു. ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സക്കീർ ഹുസൈൻ തലവനായിട്ടുള്ള ഒരു കമ്മിറ്റിയെ നിയമിച്ചു. 3 കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞിരുന്നത്. 7 വർഷത്തെ നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം. മാതൃഭാഷയിലായിരിക്കണം വിദ്യാഭ്യാസം നൽകുന്നത്. ബിരുദത്തിന് വേണ്ടി മാത്രമായിരിക്കരുത് വിദ്യാഭ്യാസം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഇതുകൂടി പഠിപ്പിക്കണം അല്ലെ, കൈത്തൊഴിലുകൾ കൂടി കുട്ടികളെ പഠിപ്പിക്കണം. ഈ 3 കാര്യങ്ങളാണ് ഗാന്ധി മുന്നോട്ട് വെച്ചത്. ഇതിനെക്കുറിച്ച് നമ്മുടെ സക്കീർ ഹുസൈൻ പഠിച്ചിട്ട് 1938 റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ 7 വർഷം എന്നുള്ളത് 8 വർഷമാക്കി മാറ്റി. 6 മുതൽ 14 വയസ്സ് വരെ ആണ് പറഞ്ഞത്. പക്ഷെ അതിൽ 12 വയസ്സ് വരെയാണ് പെൺകുട്ടികൾക്ക് പറഞ്ഞത്. 12 വയസ്സിന് ശേഷം പെൺകുട്ടികളെ രക്ഷിതാക്കൾക്ക് സമ്മതമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ പഠിപ്പിക്കാം എന്നാണ് പറഞ്ഞത്. അതിൽ തന്നെ 2 സ്റ്റേജുകളായി തിരിച്ചു. 5 വർഷത്തെ ഒരു സ്റ്റേജിനെ പറയുന്നത് ജൂനിയർ സ്റ്റേജ് എന്നും 3 വർഷത്തെ സീനിയർ സ്റ്റേജുമായിട്ടാണ് തിരിച്ചത്. പിന്നെ മാതൃഭാഷയിലായിരിക്കും പഠനം എന്നുള്ളത്. അതോടൊപ്പം തന്നെ സമ്പാദിക്കുമ്പോൾ പഠിക്കുമ്പോൾ സമ്പാദിക്കുക. അതായത് പഠിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ജോലി ചെയ്ത് ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കുക, സമ്പാദിക്കുന്ന സമയത്തും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ആശയം കൂടി ഇതിന്റെ കീഴിലുണ്ടായിരുന്നു. ഉൽപാദനക്ഷമമായിട്ടുള്ള ജോലികളെ കേന്ദ്രീകരിച്ചും കൂടിയാണ് വിദ്യാഭ്യാസം ഈ പദ്ധതിയിൽ പറഞ്ഞിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പദ്ധതിയിലേക്ക് പോകാം. 4 പദ്ധതികൾ നമ്മൾ പറഞ്ഞു. ആ 4 പദ്ധതികളും നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് സ്പീഡ് കൂടുന്നുണ്ടല്ലേ. ഒന്നാമത്തെ പറഞ്ഞ കാര്യം ഏതാണ്? നമ്മുടെ സുന്ദർബനാണ്. 2ാമത് മാർത്താണ്ഡം പദ്ധതിയാണ്. 3ാമത് പറഞ്ഞത് നമ്മുടെ ശ്രീനികേതൻ പദ്ധതിയെ കുറിച്ചിട്ട്. 4ാമത് പറഞ്ഞത് സേവാഗ്രാം പദ്ധതിയെ കുറിച്ചിട്ട്. അടുത്തത് ഗുഡ്ഗാവ് പരീക്ഷണമാണ്. ഗുഡ്ഗാവ് എന്ന് പറയുമ്പോൾ തന്നെ ഗായാണ് അല്ലെ. മൊത്തത്തിൽ ഗായാണ് ഈ സംഭവം. ഗുഡ്ഗാവ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഗായാണ്. അതായത് 1927 ഈ പദ്ധതി കൊണ്ടുവരുന്നത്. 1927 ഗുഡ്ഗാവ് പദ്ധതി കൊണ്ടുവരുന്നത്. ഇനി ഗാ വെച്ചിട്ടല്ലേ, ഗുരുഗ്രാമിലാണ് ഇത് ആരംഭിച്ചത്. ഗുരുഗ്രാമിലാണ് ഇത് ആരംഭിച്ചത്. ഗുരുഗ്രാം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം അത് ഹരിയാനയിലാണെന്ന്. പക്ഷെ ആ സമയത്ത് അത് എവിടെയായിരുന്നു? നമ്മുടെ പഞ്ചാബിലായിരുന്നു. പഞ്ചാബിലെ ഗുഡ്ഗാവിലായിരുന്നു ഇത് പദ്ധതി ആരംഭിച്ചത്. ഈ ഗുഡ്ഗാവിലെ കളക്ടറായിട്ടുള്ള FI ബ്രെയിന്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇത് മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു വില്ലേജ് ഗൈഡിനെ നിയമിക്കും. ഗ്രാമീണർക്ക് ഓരോ മേഖലയിലും വിദഗ്ധരുടെ ഉപദേശവും നിർദ്ദേശവും കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഗ്രാമത്തിലും ഒരു വില്ലേജ് ഗൈഡിനെ നിയമിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ ഗാ വരുന്നുണ്ടല്ലോ. അപ്പൊ വില്ലേജ് ഗൈഡിനെ നിയമിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഗുഡ്ഗാവ്. അപ്പൊ ഗുഡ്ഗാവ് എന്ന് പറയുമ്പോൾ തന്നെ, ഗാ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് എവിടെയാണ്? ഗുരുഗ്രാമിലാണ്. ഇപ്പോഴത്തെ ഗുരുഗ്രാം അല്ലെങ്കിൽ ഗുഡ്ഗാവിലാണ്. അന്നത്തെ പഞ്ചാബിലെ ഗുഡ്ഗാവ് ആണ് ഈ പദ്ധതി ആരംഭിച്ചത്. അതേപോലെ തന്നെ ഒരു ഗൈഡിനെ നിയമിക്കാം. അതായത് ഗ്രാമീണർക്ക് എല്ലാ കാര്യത്തിലും എല്ലാ മേഖലയിലും വിദഗ്ധമായിട്ടുള്ള ഉപദേശം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വില്ലേജ് ഗൈഡിനെ നിയമിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇത് കൊണ്ടുവന്നതിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വില്ലേജ് ഗൈഡുകളൊന്നും തന്നെ വലിയ രീതിയിൽ പരിജ്ഞാനമുള്ളവരൊന്നും ആയിരുന്നില്ല. വിദഗ്ധരായിരിക്കണം അല്ലെ. വില്ലേജ് ഗൈഡുകളായി വരുന്നവർ നല്ല വിദഗ്ധരായിരിക്കണം. പക്ഷെ ഇവര് വലിയ വിദഗ്ധരൊന്നും ആയിരുന്നില്ല. നല്ല രീതിയിലുള്ള പരിശീലനമൊന്നും ലഭിക്കാത്ത ഗൈഡുകളാണ് ഈ ഗ്രാമങ്ങളിൽ നിയമിച്ചത്. അപ്പൊ വലിയ ബ്രെയിൻ ഒന്നും ഇല്ലാത്ത ഗൈഡുകളെയാണ് കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പദ്ധതി കൊണ്ടുവന്നതും ബ്രെയിൻ എന്ന് പറഞ്ഞ ഒരാളാണ്. പദ്ധതി കൊണ്ടുവന്നത് ബ്രെയിൻ എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടിയോ? ഒന്നാമത്തെ കാര്യം ഗുഡ്ഗാവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പഞ്ചാബിലെ ഗുഡ്ഗാവ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇനി ഇത് എന്താണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്? ഈ ഗ്രാമീണർക്ക്
ഇത് നൽകാൻ വേണ്ടിയിട്ട്, പരിശീലനം നൽകാൻ വേണ്ടിയിട്ടും ഉപദേശം നൽകാൻ വേണ്ടിയിട്ടും വില്ലേജ് ഗൈഡുകളെ നിയമിക്കാം. പക്ഷെ എന്താണ് പ്രശ്നം പറ്റിയത്? വില്ലേജ് ഗൈഡുകളൊന്നും തന്നെ നല്ല രീതിയിൽ പരിശീലനം ലഭിക്കാത്തതും വിദഗ്ധരായിട്ടുള്ള ആളുകളോ ആയിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ബ്രെയിൻ ഇല്ലാത്തവരായിരുന്നു. അപ്പൊ ഈ പദ്ധതി കൊണ്ടുവന്ന ആളാരാണ്? അതും ഒരു ബ്രെയിനാണ്. FI ബ്രെയിൻ ആണ് ഈ പദ്ധതി മുന്നോട്ട് വെച്ചത്. ഗുണമേന്മയുള്ള വിത്തുകളും കാർഷിക രീതികളും ഈ പദ്ധതി വഴി കർഷകരെ പരിചയപ്പെടുത്തി. പക്ഷെ എന്ത് സംഭവിച്ചു? കുറെ വിത്തുകളൊക്കെ നൽകി, അതുപോലെ തന്നെ കൃഷി രീതികളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഈ വില്ലേജ് ഗൈഡുകളൊന്നും തന്നെ അത്ര വലിയ പരിശീലനം ലഭിക്കാത്തവരായതുകൊണ്ട് തന്നെ ഈ പദ്ധതി ഒരു പരാജയമായിരുന്നു. അപ്പൊ ഗുഡ്ഗാവ് പരീക്ഷണം എന്ന് പറയുന്നത് ഒരു പരാജയമായിരുന്നു. അത്ര അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. അപ്പൊ പഠിച്ചില്ല, 1927 പദ്ധതി കൊണ്ടുവന്നത്. പഞ്ചാബിലെ ഗുഡ്ഗാവിലാണ് കൊണ്ടുവന്നത്. വില്ലേജ് ഗൈഡുകളെ നിയമിക്കുക, അതായിരുന്നു ഈ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടും ഉപദേശം നൽകുന്നതിന് വേണ്ടിയിട്ടും ഓരോ ഗ്രാമങ്ങളിലും ഒരു വില്ലേജ് ഗൈഡിനെ നിയമിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ വില്ലേജ് ഗൈഡുകളൊന്നും തന്നെ അത്ര നല്ല പരിശീലനം കിട്ടിയവരോ വിദഗ്ധരോ ആയിരുന്നില്ല. അതുകൊണ്ട് ഈ പദ്ധതി തന്നെ പരാജയപ്പെട്ടു പോയി. അപ്പൊ ഈ പദ്ധതി കൊണ്ടുവന്ന ആളാരാണ്? അത് ബ്രെയിനാണ്. FI ബ്രെയിനാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. അടുത്തത് ബറോഡ പരീക്ഷണം. ബറോഡ എവിടെയാണ്? ഗുജറാത്തിലാണ് അല്ലെ. അപ്പൊ ഗുജറാത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ബറോഡ പരീക്ഷണം. 1932 ബറോഡ പരീക്ഷണം. ആരാണ് കൊണ്ടുവന്നത്? VK കൃഷ്ണമാചാര്യയുടെ നേതൃത്വത്തിൽ രൂപം നൽകിയ പദ്ധതിയാണ് ബറോഡ പദ്ധതി. ഗ്രാമീണ ജനതയ്ക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുക, അതുപോലെ സ്വാശ്രയത്വം കൈവരിക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. അതും സർക്കാരിന് കീഴിലുള്ള ഒരു പദ്ധതിയല്ല. VK കൃഷ്ണമാചാരി നമ്മൾ ഭരണഘടന പഠിക്കുന്ന സമയത്തൊക്കെ ഈ പേര് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. VK കൃഷ്ണമാചാരിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഒരു പദ്ധതിയാണ് ബറോഡ പദ്ധതി എന്നുള്ളത്. 1932 ഗ്രാമീണർക്ക് മെച്ചപ്പെട്ട ജീവിതം സൃഷ്ടിക്കുക, അതേപോലെ തന്നെ സ്വാശ്രയത്വം കൈവരിക്കുക. ഇത് രണ്ടാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു. അത് എത്രയും നമുക്ക് പഠിക്കാനുള്ള അത്ര ഇമ്പോർട്ടന്റ് അല്ല. സേവാഗ്രാം പദ്ധതി 1933 നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അടുത്തത് ഫർക്ക വികസന പദ്ധതി 1946 ഫർക്ക വികസന പദ്ധതി 1946 ഫർക്ക പദ്ധതി ആരംഭിക്കുന്നത്, നമ്മൾ ഫർക്ക എന്ന് പറയുമ്പോൾ ചർക്ക എന്ന് ഓർമ്മ വരുന്നില്ലേ? ചർക്ക ഫർക്ക. പക്ഷെ ചർക്ക അല്ലല്ലോ ഫർക്ക, വേറൊരു സാധനമല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി അല്ല, പക്ഷെ മഹാത്മാഗാന്ധിയുടെ സ്വാധീനത്താൽ 1946 T പ്രകാശം മദ്രാസിലെ മുഖ്യമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന T പ്രകാശം മദ്രാസിൽ ആരംഭിച്ച പദ്ധതിയാണ് ഫർക്ക പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ ഫർക്ക എന്ന് പറയുമ്പോൾ ചർക്കയല്ല, പക്ഷെ ചർക്കയായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് അല്ലെ, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ മഹാത്മാഗാന്ധി അല്ല, പക്ഷെ മഹാത്മാഗാന്ധിയുടെ സ്വാധീനത്താൽ മദ്രാസിലെ മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ള T പ്രകാശം 1946 മദ്രാസിൽ ആരംഭിച്ച പദ്ധതിയാണ് ഈ ഫർക്ക വികസന പദ്ധതി എന്ന് പറയുന്നത്. ഇനി ഫർക്ക വികസന പദ്ധതി 34 ഫർക്കകളിലായിട്ടാണ്, ഒരു ഗ്രാമം എന്നുള്ള പോലെ ഫർക്കകളിലായിട്ടാണ് ഇത് ആരംഭിച്ചത്. പിന്നീട് അത് 50 ഫർക്കകളിലേക്കും കൂടി വ്യാപിച്ചു. ഇത് ശരിക്കും നല്ലൊരു വലിയ രീതിയിലൊരു നേട്ടം കൈവരിച്ച അല്ലെങ്കിൽ സക്സസ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഫർക്ക പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആദ്യം തുടങ്ങിയപ്പോൾ 34 ഫർക്കകളിൽ മാത്രമായിട്ടാണ് ഈ പദ്ധതി ആരംഭിച്ചതെങ്കിലും പിന്നീട് അത് 50 ഫർക്കകളിലേക്ക് കൂടി വ്യാപിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ മഹാത്മാഗാന്ധിയുടെ സ്വാധീനത്താലാണെന്ന്. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ, ഒന്നാമത്തത് കാർഷിക വികസനത്തോടൊപ്പം തന്നെ മൃഗസംരക്ഷണവും പരിപാലനവും, ഖാദി കുടിൽ വ്യവസായങ്ങളുടെ വികസനം, ഖാദി വ്യവസായവും അതുപോലെ തന്നെ കുടിൽ വ്യവസായങ്ങളും, അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയിൽ സ്വയം പര്യാപ്തത. അപ്പൊ എന്തൊക്കെയാണ്? കാർഷിക വികസനം വരുന്നുണ്ട്, മൃഗസംരക്ഷണവും പരിപാലനവും വരുന്നുണ്ട്, ഖാദിയും അതുപോലെ തന്നെ കുടിൽ വ്യവസായങ്ങളും പ്രോത്സാഹിപ്പിക്കുക. പിന്നെ സ്വയം പര്യാപ്തത കൈവരിക്കുക. എന്തൊക്കെ കാര്യങ്ങളിൽ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നീ കാര്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക. ഇതൊക്കെയായിരുന്നു ഈ ഫർക്ക പദ്ധതിയുടെ ലക്ഷ്യം. അപ്പൊ ഫർക്ക എന്ന് പറയുമ്പോൾ തന്നെ ചർക്കയല്ല, പക്ഷെ വേറെ എന്തോ ഒരു സാധനമല്ലേ ഫർക്ക. അപ്പൊ അതായത് നമ്മുടെ ഗാന്ധിയല്ല കൊണ്ടുവന്നത്, പക്ഷെ ഗാന്ധിയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. അപ്പൊ ഗാന്ധിയുടെ സ്വാധീനത്താൽ T പ്രകാശം 1946 മദ്രാസിൽ ആരംഭിച്ച പദ്ധതിയാണ്. ആരംഭിച്ചത് 34 ഫർക്കകളിലായിട്ടാണെങ്കിലും പിന്നീട് അത് 50 ഫർക്കകളിലേക്കും കൂടി വ്യാപിച്ചു. ഒരു സക്സസ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് പറയാൻ നമുക്ക് സാധിക്കും. അടുത്തത് നീലോഗേരി പരീക്ഷണം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ അത് മറ്റുള്ളവയിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമാണ് ഈ നീലോഗേരി എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് മെയിൻ ഗ്രാമവികസനത്തെക്കാൾ ഉപരി ഈ കുടിയേറ്റക്കാരുടെ
ഇതുണ്ടല്ലോ, പുനരധിവാസം, അത് ലക്ഷ്യമാക്കിക്കൊണ്ട് വന്ന പദ്ധതിയാണ്. കുടിയേറ്റക്കാരുടെ പുനരധിവാസത്തിന് വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് നീലോഗേരി പരീക്ഷണം എന്ന് പറയുന്നത്. അതായത് പദ്ധതി കൊണ്ടുവന്നത് SK ഡേ ആണ്. SK ഡേ ആണ്. അതായത് ഒരു ദിവസം തന്നെ കുറെ, നമുക്കറിയാം ആ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയമായപ്പോഴേക്കും ഒരുപാട് പേരുകൾ ഇന്ത്യയിലേക്ക് കുടിയേറി. അതുപോലെ തന്നെ കുറെ പേരൊക്കെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പോയില്ലേ. അപ്പൊ ഈ കുടിയേറ്റം, ഒരു ദിവസം തന്നെ കുടിയേറ്റം ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി, കുടിയേറ്റം എന്ന് ഓർക്കുമ്പോൾ തന്നെ ഒരു ദിവസം തന്നെ കുടിയേറ്റം ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ ഒരു ദിവസം എന്നുള്ളത് ഡേ എന്നല്ലേ നമ്മൾ പറയാം. അപ്പൊ SK ഡേ ആണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. നീലോഗേരി പരീക്ഷണം കൊണ്ടുവന്നത് SK ഡേ ആണ് കൊണ്ടുവന്നത്. ഈ പരീക്ഷണം ദേശീയ തലത്തിൽ ആകർഷിക്കപ്പെടുകയും സാമൂഹിക വികസന പ്രസ്ഥാനത്തിന് പ്രചോദനമാവുകയും ചെയ്തു. വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നും അഭയാർത്ഥികളായി വന്ന 7000 പേരെ പുനരധിവസിക്കാൻ വേണ്ടി നീലോഗേരി ടൗൺഷിപ്പ് രൂപകൽപ്പന ചെയ്തു. നീലോഗേരി എന്ന് പറഞ്ഞ ഒരു ടൗൺഷിപ്പ് തന്നെ ഇവർ 7000 പേരെ, ഇതിന് ശേഷം നമ്മുടെ വിഭജനത്തിന് ശേഷം ഇന്ത്യയിലേക്ക് കുടിയേറിയ 7000 പേരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നീലോഗരി എന്ന് പറഞ്ഞൊരു ടൗൺഷിപ്പ് രൂപകൽപ്പന ചെയ്തു. ഈ നീലോഗരിനെ പദ്ധതിനെ തന്നെ നമ്മൾ നമ്മുടെ റെഫ്യൂജീസ് പ്ലാൻ എന്ന് പറയും. കാരണം അത് നമുക്ക് കിട്ടുമല്ലോ. റെഫ്യൂജീസ് എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികളാണ്. അതേപോലെ തന്നെ മസ്ദൂർ മൻസിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതി ഈ നീലോഗരി പ്രൊജക്റ്റ് ആണ്. എന്താണ് പേര്? മസ്ദൂർ മൻസിൽ എന്നറിയപ്പെടുന്ന പദ്ധതി ഏത്? മസ്ദൂർ മൻസിൽ എന്നറിയപ്പെടുന്ന പദ്ധതി നീലോഗരി പ്രൊജക്ട് തന്നെയാണ്. പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യ ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ 7000 പേര് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവർക്ക് എവിടെയെങ്കിലൊക്കെ താമസിക്കണം അല്ലെ. അതുപോലെ തന്നെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റണം. അപ്പൊ ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ടൗൺഷിപ്പ് തന്നെ, നീലോഗരി എന്ന് പറഞ്ഞൊരു ടൗൺഷിപ്പ് തന്നെ ഉണ്ടാക്കി. അതേപോലെ തന്നെ ഇവർക്ക് സ്വയം പര്യാപ്തത, ബാക്കിയുള്ള അടിസ്ഥാന ആവശ്യങ്ങളിലെല്ലാം തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പല രീതിയിലുള്ള പരിശീലനങ്ങൾ നൽകി. അവർക്ക് ഓരോരുത്തർക്കും ഏത് ജോലിയിലാണോ താല്പര്യം, ഏത് ജോലിയിലാണോ നൈപുണ്യമുള്ളത്, ആ ജോലി തന്നെ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളും സാഹചര്യങ്ങളും ഒരുക്കുക എന്നുള്ളതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. ടൗൺഷിപ്പിൽ ഉണ്ടായിരുന്ന പാൽ ഉൽപാദനം, പക്ഷി വളർത്തല്, അച്ചടിശാല, സാങ്കേതിക തൊഴിൽശാല, തുകൽപ്പണി, എല്ലുപണി ഫാക്ടറി എന്നിവ സഹകരണ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചത്. ഇനി ഈ പദ്ധതിയുടെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഇത് ഇവരിൽ മാത്രമാണ് ഒതുങ്ങി നിന്നത്. അതായത് ഈ കുടിയേറ്റക്കാരിൽ മാത്രമാണ് ഈ പദ്ധതി ഒതുങ്ങി നിന്നത്. അല്ലാതെ ഒരിക്കലും ഗ്രാമവികസനം എന്നുള്ള രീതിയിൽ പുറത്തേക്ക് ഇത് വ്യാപിച്ചില്ല. അതാണ് ഈ പദ്ധതിയുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞത്. അപ്പൊ നീലോഗരി പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കുടിയേറ്റക്കാർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. വിഭജന സമയത്ത് ഒരുപാട് പേര് നമ്മുടെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുണ്ടായിരുന്നു. അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഏകദേശം 7000 പേര് അല്ലെ, ഈ 7000-ഓളം പേരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി നീലോഗരി എന്ന് പറഞ്ഞ ഒരു ടൗൺഷിപ്പ് തന്നെ രൂപകൽപ്പന ചെയ്തു. ഈ പദ്ധതി തന്നെയാണ് മസ്ദൂർ മൻസിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരുടെ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇവരെ പുനരധിവസിപ്പിക്കുക. അതായത് ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളിലെല്ലാം തന്നെ ഇവര് സ്വയം പര്യാപ്തത കൈവരിക്കുക. അതിനു വേണ്ടിയിട്ട് പല രീതിയിലുള്ള തൊഴിൽ പരിശീലനങ്ങളും, അതേപോലെ തന്നെ ഈ പാലുൽപാദനം, പക്ഷി വളർത്തല്, അച്ചടിശാല, സാങ്കേതിക തൊഴിൽശാലകള്, തുകൽപ്പണി, എല്ലുപൊടി ഫാക്ടറി തുടങ്ങിയവയെല്ലാം തന്നെ ഇവിടെ സഹകരണ അടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ നീലോഗരി പരീക്ഷണം എന്നുള്ളത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് ബാക്കിയുള്ളതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമാണല്ലോ. പിന്നെ അത് മാത്രമല്ല അത് കുറച്ച് സക്സസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. ഇതിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇത് ഈ അഭയാർത്ഥികളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നു. മറ്റുള്ള ഗ്രാമവികസനം എന്നുള്ള രീതിയിൽ അത് വ്യാപിച്ചില്ല എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. പിന്നെ കുറച്ച് സ്പീഡ് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പീഡ് ഒന്ന് കുറച്ചിട്ട് കേൾക്കാം. അടുത്തത് ഗ്രോ മോർ ഫുഡ്, കൂടുതൽ ഭക്ഷ്യവിളവ് അല്ലെ. ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ, കൂടുതൽ ഭക്ഷ്യവിളവ് എന്നുള്ളൊരു പ്രചാരണം 1947 ആരംഭിച്ച ഒരു പദ്ധതിയാണ്. പക്ഷെ ഇതെന്ന് വെച്ചാൽ വലിയ രീതിയിലൊന്നും തന്നെ ഇതിനൊരു എഫക്റ്റ് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പരാജയപ്പെട്ട ഒരു പദ്ധതിയാണെന്ന് പറയാൻ പറ്റും. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. 1947 ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ, കൂടുതൽ ഭക്ഷ്യവിളവ് പ്രചാരണം എന്നുള്ളത്. പക്ഷേ 4 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷവും കർഷകരിൽ നിന്നും പ്രതികരണം വളരെ മോശമായതിനാൽ ഇതിനെപ്പറ്റി പഠിക്കാൻ ഒരു അന്വേഷണ സമിതി 1952 നിയമിച്ചു എന്നുള്ള ജസ്റ്റ് ഓർത്തിരിക്കുക. അടുത്തത് ഇട്ടാവ പൈലറ്റ് പ്രൊജക്ട് ആണ്. അപ്പൊ ഈ ഇട്ടാവ പൈലറ്റ് പ്രൊജക്ട് അതുപോലെ ഈ ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇതിന് ശേഷം അല്ലെ, സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന പദ്ധതികളാണ്. ഇട്ടാവ
പൈലറ്റ് പ്രൊജക്ട് ഇട്ടാവ പൈലറ്റ് പ്രൊജക്ട് എന്നുള്ളത് 1948 ആരംഭിച്ചാണ്. 1948 കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഇട്ടാവ പൈലറ്റ് പ്രൊജക്ട് എന്നുള്ളത്. ഇട്ടാവ എന്നുള്ളത് ഉത്തർപ്രദേശിലെ ഒരു ജില്ലയാണ് ഇട്ടാവ എന്നുള്ളത്. അപ്പൊ തന്നെ അറിയാലോ, ഉത്തർപ്രദേശിൽ ആരംഭിച്ച ഒരു പ്രൊജക്റ്റാണ്. ഉത്തർപ്രദേശിലെ ഇട്ടാവ ജില്ലയിൽ മെഹ്വ ഗ്രാമം ആസ്ഥാനമാക്കിക്കൊണ്ട് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഇട്ടാവ പ്രൊജക്ട് എന്ന് പറയുന്നത്, ഇട്ടാവ പൈലറ്റ് പ്രൊജക്ട്. അതിന്റെ ശില്പി എന്ന് പറയുന്നത് ആൽബർട്ട് മേയർ ആണ്. ഈ പൈലറ്റ് എന്ന് പറയുമ്പോഴേ മേയർ പൈലറ്റ് എന്നോ അല്ലെങ്കിൽ മേജർ പൈലറ്റ് എന്നെങ്ങാനും ജസ്റ്റ് പറയാം, മേയർ പൈലറ്റ് അല്ലെങ്കിൽ മേജർ പൈലറ്റ് എന്ന് പറഞ്ഞു പഠിക്കാം. അപ്പൊ നമുക്ക് ഈ മേയർ അല്ലെങ്കിൽ പൈലറ്റ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മേയർ എന്നുള്ളത് കിട്ടും. അല്ല മേയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പൈലറ്റ് വന്നോളും. അപ്പൊ മേയർ പൈലറ്റ് എന്ന് ഓർക്കുക. അപ്പൊ ഇട്ടാവ പൈലറ്റ് പ്രോജക്റ്റ് ആരാണ് കൊണ്ടുവന്നത്? ഒരു മേയർ ആണ് കൊണ്ടുവന്നത് എന്ന് ഓർത്താൽ മതി. അപ്പൊ ആൽബർട്ട് മേയർ ആണ് ഈ പദ്ധതി ഇട്ടാവ പൈലറ്റ് പ്രൊജക്ടിന്റെ ശില്പി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇട്ടാവ പൈലറ്റ് പ്രൊജക്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് ആരാണ് അതിന്റെ ശില്പി എന്നുള്ളത് ഓർത്തിരിക്കണം. പൈലറ്റ് എന്ന് കേൾക്കുമ്പോൾ മേയർ എന്നും കൂടി ഓർത്താൽ മതി. ആൽബർട്ട് മേയർ, അമേരിക്കക്കാരനായിട്ടുള്ള ആൽബർട്ട് മേയർ ആണ് ഇട്ടാവ പൈലറ്റ് പ്രൊജക്ടിന്റെ ശില്പി എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CDP നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. CDPയുടെ മുൻഗാമി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് നമുക്ക് പറയാം. CDPയുടെ മുൻഗാമിയാണ്, അല്ലെങ്കിൽ ഈ പ്രൊജക്ടിന്റെ മാതൃകയിലാണ് പിന്നീട് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഈ പ്രൊജക്ടിന്റെ മാതൃകയിലാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളൊക്കെ വികസിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇട്ടാവ പൈലറ്റ് പ്രൊജക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല വിജയകരമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഇട്ടാവ പൈലറ്റ് പ്രൊജക്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ കാര്യങ്ങളൊക്കെ തന്നെ, അതായത് മെച്ചപ്പെട്ട കൃഷി രീതികൾ കൊണ്ടുവന്നു, കന്നുകാലി പരിപാലനം, പൊതുജനാരോഗ്യവും വിദ്യാഭ്യാസം, സാക്ഷരത, കുടിൽ വ്യവസായങ്ങളുടെ അഭിവൃദ്ധി, ഇതൊക്കെയാണ് ഈ പരിപാടിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായത്. നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാക്ഷരത കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് വിദ്യാഭ്യാസം, അടിസ്ഥാന വിദ്യാഭ്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യവും ശുചിത്വവും കൊണ്ടുവന്നിട്ടുണ്ട്, മെച്ചപ്പെട്ട കൃഷി രീതികൾ കൊണ്ടുവന്നിട്ടുണ്ട്, കന്നുകാലികളുടെ പരിപാലനം അല്ലെ, കൃഷി പറയുന്ന പോലെ തന്നെ എല്ലാ പദ്ധതികളിലും കന്നുകാലി പരിപാലനം കൂടി പറയുന്നുണ്ട്. കന്നുകാലി പരിപാലനം, പിന്നെ കുടിൽ വ്യവസായങ്ങളുടെ അഭിവൃദ്ധി, ഇതൊക്കെ തന്നെയാണ് ഈ പദ്ധതിയിലും കൊണ്ടുവന്നിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 1948 ഉത്തർപ്രദേശിലെ ഇട്ടാവ ജില്ലയിലെ മെഹ്വ ഗ്രാമത്തെ ആസ്ഥാനമാക്കി കൊണ്ടുവന്ന പ്രൊജക്റ്റാണ്. ഇതിന്റെ ശില്പി എന്ന് പറയുന്നത് ആൽബർട്ട് മേയർ ആണ് ഇതിന്റെ ശില്പി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ CDP എന്ന് പറഞ്ഞ പ്രൊജക്ട് ഇതിന്റെ മാതൃകയിലാണ് പിന്നീട് തുടങ്ങിയത് എന്നും കൂടി ഓർത്തിരിക്കുക. അടുത്തത്, ഈ പദ്ധതികളുടെ എല്ലാം തന്നെ പോരായ്മ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു സഹായം ലഭിച്ചിട്ടില്ല ഇതിന്. കാരണം ഈ പദ്ധതികളെല്ലാം തന്നെ ഏതെങ്കിലും വ്യക്തികളുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ വ്യക്തികൾ സ്വാഭാവികമായിട്ട് ഇതിന് നിർത്തിപ്പോയി കഴിഞ്ഞാൽ ഈ പദ്ധതിയും അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും അല്ലെ. അതുകൊണ്ടാണ് ഒരു മെയിൻ പോരായ്മ, വ്യക്തികളുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതികളാണ്. മിക്ക പദ്ധതികളും ഒറ്റപ്പെട്ടതും തുടർച്ചയില്ലാത്തതുമായിരുന്നു. മൊത്തം രാജ്യവ്യാപകമായി തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന വ്യാപകമായിട്ട് കൊണ്ടുവരാനൊന്നും കഴിഞ്ഞില്ല. ഇത് ഒറ്റപ്പെട്ടതും തുടർച്ചയില്ലാത്തതുമായിരുന്നു. സർക്കാരിന്റെ പിന്തുണയും സാമ്പത്തിക സഹകരണവും ലഭിച്ചിരുന്നില്ല. പദ്ധതിയുടെ നിർവാഹകർക്ക് പരിശീലനവും പരിചയ സമ്പത്തും കുറവായിരുന്നു അല്ലെ. ഇപ്പൊ നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് അങ്ങനത്തെ വ്യക്തികളായിരിക്കും ഇത് കൊണ്ടുവരുന്നത്. അവർക്ക് ഈ ഗ്രാമങ്ങളെ വികസിപ്പിക്കണം എന്നൊക്കെയുള്ള വലിയ ആഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ ഗ്രാമജീവിതം മെച്ചപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊക്കെയാണ് ഇത് കൊണ്ടുവരുന്നത്. പക്ഷെ ഈ മേഖലയിൽ അവർക്ക് വലിയ രീതിയിലുള്ള പരിശീലനം ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതൊരു വലിയൊരു പോരായ്മയായിരുന്നു. പദ്ധതിയിലെ നിർവാഹകർക്ക് പരിശീലനവും പരിചയ സമ്പത്തും ഇല്ലാത്തവരായിരുന്നു. ആസൂത്രണത്തിലും നിർവാഹകർ പരിശീലനവും, ആസൂത്രണ കാര്യങ്ങളിലും ഈ പരിശീലകർ എന്ന് പറയുന്നത് അനുഭവ സമ്പത്തോ അല്ലെങ്കിൽ പരിചയമോ ഒന്നും ഇല്ലാത്തവരായിരുന്നു. മറ്റു വികസന ഏജൻസികളുമായി ചേർന്നുള്ള പ്രവർത്തനമോ ഏകോപനമോ വളരെ പരിമിതമായിരുന്നു. കാരണം ഇത് സർക്കാർ തലത്തിലല്ലല്ലോ, ഓരോ വ്യക്തികൾ ആരംഭിക്കല്ലേ. അതുകൊണ്ട് തന്നെ മറ്റ് ഏജൻസികളുമായിട്ടുള്ള ഒരു പ്രവർത്തനമോ ഏകോപനമോ ഒന്നും തന്നെ ഈ പദ്ധതികൾക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ നടന്നില്ല. അതുകൊണ്ട് തന്നെ അനന്തരഫലങ്ങളും വ്യക്തമല്ല. ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ട് അത് സക്സസ് ആയിരുന്നോ അല്ലയോ എന്നുള്ള ഒരു വിലയിരുത്തലും നടന്നിട്ടില്ല വ്യക്തമായിട്ട്. അതുകൊണ്ട് തന്നെ അനന്തരഫലങ്ങളൊന്നും തന്നെ നമുക്ക് അറിയാനും സാധിക്കില്ല. അതായത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇത് സർക്കാരിന്റെ ആഭിമുഖ്യത്തിലല്ല, വ്യക്തികളാണ് നടത്തിയിരുന്നത് എന്നാണ്. അതുമായി ബന്ധപ്പെട്ടാണ്
ബാക്കി എല്ലാ ഡ്രോബാക്സും വരുന്നത്, അതായത് വ്യക്തികളുടെ ആഭിമുഖ്യത്തിലായിരുന്നു കൊണ്ട് തന്നെ ഇതിന് തുടർച്ചയുണ്ടായിരുന്നില്ല. അവർക്ക് മതിയാകുമ്പോൾ ആ വ്യക്തികൾ നിർത്തിപ്പോയാൽ അപ്പം ഈ പദ്ധതികളും നിർത്തിപ്പോകും. അതേപോലെ തന്നെ ഒറ്റപ്പെട്ടതായിരുന്നു എന്നുള്ളത്, മറ്റ് ഏജൻസികളുമായിട്ടുള്ള ഒരു ഏകോപനം ഉണ്ടായിരുന്നില്ല, സർക്കാരിന്റെ യാതൊരു വക സഹായം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരു പരിശീലനമോ അല്ലെങ്കിൽ പരിചയ സമ്പത്തോ ഇല്ലാത്തവരായിരുന്നു ഈ പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും. അപ്പൊ ഇതൊക്കെ എല്ലാം എന്താണ് ഇതിന്റെ പോരായ്മകളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു നോക്കുക. ഞാൻ ആ പദ്ധതികൾ മാത്രം ഒന്ന് ഓടിച്ചു പറയാം. നമ്മൾ ആദ്യം പറഞ്ഞത് 1903 സുന്ദർബൻ പ്രൊജക്റ്റ് ആണ്. സുന്ദർബനിലെ ഗ്രാമ പുനരുദ്ധാരണ പദ്ധതിയാണ്. അത് ആരാണ് കൊണ്ടുവന്നതെന്ന് മാത്രം ഓർക്കുക. ബെൻ എന്ന് പറയുമ്പോൾ ടൺ എന്ന് ഓർക്കാൻ പറഞ്ഞു. ഹാമിൽട്ടൺ ആണ് കൊണ്ടുവന്നത്. രണ്ടാമത്തത് മാർത്താണ്ഡം പദ്ധതി കേരളത്തിൽ, അല്ലെ, മാർത്താണ്ഡം എന്നുള്ള സ്ഥലത്തായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കേരളത്തിലല്ല എന്നും കൂടി ഓർക്കുക. മാർത്താണ്ഡം പദ്ധതി എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്നാണ് 1921 കൊണ്ടുവന്നത്. ആരാണ് കൊണ്ടുവന്നത്? മാർത്താണ്ഡവർമ്മ അമ്മച്ചിപ്ലാവിന്റെ ഉള്ളിൽ നിന്ന് വിരിഞ്ഞു വരുന്നതായിട്ട് ഓർക്കാൻ പറഞ്ഞു. ഹാച്ച് ആണ് കൊണ്ടുവന്നത്, അല്ലെ, സ്പെൻസർ ഹാച്ച് ആണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. അതിനുശേഷം നമ്മൾ 1921 തന്നെ ആരംഭിച്ച ശ്രീനികേതൻ പദ്ധതിനെ കുറിച്ചാണ് പറഞ്ഞത്. ശ്രീനികേതൻ പദ്ധതി ആരാണ് ആരംഭിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ ആണ് ആരംഭിച്ചത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് 1923 കൊണ്ടുവന്ന സേവാഗ്രാം എന്ന് പറഞ്ഞ പദ്ധതി, ഗാന്ധി മുന്നോട്ട് വെച്ച ആശയമാണ് സേവാഗ്രാം പദ്ധതി. സമഗ്ര വികസനം എന്ന് പറഞ്ഞിട്ട് 7 പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗാന്ധി ചിരം മുന്നോട്ട് വയ്ക്കുന്ന 7 പോയിന്റുകൾ തന്നെയാണ്, നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കണം. അതിനുശേഷം പറഞ്ഞത് 1927 ഗുഡ്ഗാവ് പരീക്ഷണത്തെ കുറിച്ചാണ്. ഗാ എന്ന് പറയുമ്പോൾ തന്നെ ഗാ വെച്ച് ഓർക്കാൻ പറഞ്ഞു. ഗുരുഗ്രാം, അല്ലെ, ഗുരുഗ്രാം ഇന്നത്തെ ഹരിയാനയിലെ ഗുരുഗ്രാം അഥവാ പഞ്ചാബിലെ ഗുഡ്ഗാവ് ഗ്രാമത്തിലാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വില്ലേജ് ഗൈഡിനെ നിയമിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഈ വില്ലേജ് ഗൈഡുകളൊന്നും തന്നെ വലിയ പരിശീലനം ലഭിക്കാത്തവരോ അനുഭവ സമ്പത്തോ വൈദഗ്ധ്യമോ ഒന്നും ഇല്ലാത്തവരായിരുന്നു. അപ്പൊ ഈ പദ്ധതി കൊണ്ടുവന്ന ആളെ പേരാണ്? ബ്രെയിൻ ആണ്, അല്ലെ, SK ബ്രെയിൻ ആണ്. FI ബ്രെയിൻ ആണ് ഈ പദ്ധതി ആരംഭിച്ചത്. അടുത്തത് ബറോഡ പരീക്ഷണത്തെ കുറിച്ചാണ് പറഞ്ഞത്. ബറോഡ എന്ന് പറയുമ്പോൾ തന്നെ ഗുജറാത്തിലാണ് ആരംഭിച്ചത്. ആരാണ് കൊണ്ടുവന്നത്? നമ്മുടെ കൃഷ്ണമാചാരിയാണ് കൊണ്ടുവന്നത്. എന്ത് കൃഷ്ണമാചാരി? VK കൃഷ്ണമാചാരിയാണ് കൊണ്ടുവന്നത്. ഈ പദ്ധതി കൊണ്ടുവന്നത്. അതിനുശേഷം സേവാഗ്രാം പദ്ധതി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗാന്ധി കൊണ്ടുവന്ന പദ്ധതിയാണെന്ന് പറഞ്ഞു. ഇതിൽ സേവാഗ്രാം പദ്ധതി 1933 കൊടുത്തിട്ടുള്ളത്. 1933 മഹാരാഷ്ട്രയിലെ സേവാഗ്രാം കേന്ദ്രീകരിച്ച് കൊണ്ടുവന്ന പദ്ധതി എന്നാണ്. 1933 ഞാൻ പക്ഷെ ഗൂഗിളിൽ അടിച്ചു കൊടുത്തപ്പോൾ 1923 കണ്ടതെന്ന് തോന്നുന്നു. 1933 തന്നെ പഠിക്കുക, കാരണം നമ്മുടെ ബുക്കിൽ 1933 അടുത്തത് ഫർക്ക വികസന പദ്ധതി എന്ന് പറയുമ്പോൾ തന്നെ ഫർക്ക എന്ന് പറയുമ്പോൾ ചർക്ക ഓർക്കുക, അല്ലെ, പക്ഷെ ഫർക്ക അല്ല ചർക്ക. അപ്പൊ എന്തോ ഒരു ബന്ധമുണ്ട് ഗാന്ധിയായിട്ട്. എന്ത് ബന്ധമാണുള്ളത്? മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ T പ്രകാശം മദ്രാസിൽ ആരംഭിച്ച പദ്ധതിയാണ് ഫർക്ക പദ്ധതി. 1946 ഈ പദ്ധതി ആരംഭിച്ചത്. അടുത്തത് നീലോഗരി പരീക്ഷണം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ? അത് കുടിയേറ്റക്കാർക്ക് വേണ്ടി കൊണ്ടുവന്ന പരീക്ഷണമാണ്. അത് 7000-ഓളം കുടിയേറ്റക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നീലോഗരി എന്ന് പറഞ്ഞ ഒരു ടൗൺഷിപ്പ് ആരംഭിച്ചു, അല്ലേ. ഇനി ഈ പദ്ധതി ആരാണ് കൊണ്ടുവന്നത്? ഒരു ദിവസം തന്നെ ഒരുപാട് കുടിയേറ്റക്കാരുണ്ടാവും. അപ്പോൾ ഒരു ദിവസം തന്നെ എന്നുള്ളതൊന്നും SK ഡേ ആണ് ഈ പദ്ധതി കൊണ്ടുവന്നെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ, കൂടുതൽ ഭക്ഷ്യവിളവ് പ്രചാരണം. അത് പരാജയപ്പെട്ടു പോയൊരു പദ്ധതിയാണ്. അത് ആരാണ് കൊണ്ടുവന്നതെന്നൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. 1947 കൊണ്ടുവന്നത്. പക്ഷേ കർഷകരിൽ നിന്നും യാതൊരു പ്രതികരണവും ഇതിന് ലഭിച്ചില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഇട്ടാവ പൈലറ്റ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരണം, ആരാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്? ആൽബർട്ട് മേയർ ആണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. 1948 ഉത്തർപ്രദേശിലെ ഇട്ടാവ ജില്ലയിൽ മെഹ്വ ഗ്രാമത്തിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതി ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം, ഈ പദ്ധതിയുടെ മാതൃകയിലാണ് പിന്നീട് CDP കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ വിജയകരമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഇട്ടാവ പൈലറ്റ് പ്രൊജക്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ പോരായ്മകളും ഓർമ്മയുണ്ടാവണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, എല്ലാം ഓക്കെ സെറ്റായി എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നിർത്താണ്. തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. ഞാൻ എടുക്കുന്ന ക്ലാസ് ചിലപ്പോൾ ചില സമയത്തൊക്കെ സ്പീഡ് കൂടുന്ന സമയത്ത് ഞാനിങ്ങനെ ഓർക്കുമ്പോൾ പിള്ളേർക്ക് വല്ലതും മനസ്സിലാവുണ്ടാവുമെന്ന്. പക്ഷെ നിങ്ങളൊന്ന് റിപ്ലൈ ചെയ്താലേ എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവണില്ലേ എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യണം. എങ്കിലും ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.